ഈ വെലോസിറ്റി സാധനങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുക. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, എസ് ഡിസ്പ്ലേസ്മെന്റ്, ബി വെലോസിറ്റി ആൻഡ് എ ഈസ് ആക്സലറേഷൻ. എ ഈസ് ആക്സലറേഷൻ. ഇവർ തമ്മിലുള്ള ബന്ധം അറിയാലോ. ഡി എസ് ബൈ ഡി ടി ഈസ് വെലോസിറ്റി, ഡി വി ബൈ ഡി ടി ഈസ് ആക്സലറേഷൻ. മക്കളെ പരിചയമുണ്ടല്ലോ അല്ലെ ഇതൊക്കെ? അപ്പോ ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ് തന്നിണ്ടാവുക എപ്പോഴും. അതിൽ നിന്ന് വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്ത വെലോസിറ്റി ആയി. പിന്നെ അതിനൊന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താലോ ആക്സിലറേഷൻ ആയി. പിന്നെ ഒരു ജെർക്ക് എന്ന് പറഞ്ഞ ഒരു പരിപാടിയും കൂടി ഉണ്ട്. എന്താണ് ജെർക്ക്? ജെർക്ക്. ആ ജെർക്ക് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ആക്സിലറേഷൻ ആണ്. ജെർക്ക് എന്താ? ഡെറിവേറ്റീവ് ഓഫ് ആക്സിലറേഷൻ. ഡെറിവേറ്റീവ് ഓഫ് ആക്സിലറേഷൻ ആണ്. അതും കൂടി കഴിയുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. കിട്ടിയ കുട്ടിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനവിടെ അവസാനിപ്പിച്ചേക്കാം. അത് ചിലപ്പോ ഒരു 5 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് തിരികെ വരാം. നമുക്കറിയാം മോഡ് എക്സ് എന്ന് പറയുന്നത് എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന ആള് കണ്ടിന്യൂസ് ആണ്. മക്കളെ അതിന്റെ പടമൊക്കെ അറിയാലോ നമുക്ക്. ഇതാണ് മോഡ് എക്സിന്റെ പടം. എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഇതിന്റെ ടിക്ക് മാർക്ക് ഇട്ട പോലെയാണ്. കുട്ടികളെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആരോ പോരന്റെ കൂടെ ഞാൻ പറയൂല്ലേ? ഹലോ, കാണുന്നുണ്ടോ? അത് കാണുന്നുണ്ട്. ഇതാണ് ആരുടെ പടം? എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിന്റെ. ഇത് കണ്ടിന്യൂസ് ആണ്. നോക്കിയേ, നിങ്ങളുടെ വരച്ച് 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 വരച്ചു എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. 2 സ്ട്രെയിറ്റ് ലൈനും കൂടി വന്നാൽ അത് കണ്ടിന്യൂസ് ആണ്. കാരണം കുഴപ്പമുണ്ടാവാൻ സാധ്യതയുള്ള പോയിന്റ് ഏതായിരുന്നു മക്കളെ? 0-ലല്ലേ? അവിടെയും നമുക്ക് കുഴപ്പമില്ല. കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ഈക്വൽ ടു 0 അല്ലേ കുട്ടികളെ? എക്സിന് 0 കൊടുക്കാം. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും 0 ആണ്. ക്യാൻ യു ഫോളോ? അപ്പൊ അതുകൊണ്ട് ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതിന്റെ 2 ബ്രാഞ്ച് ആയിട്ട് സാറ് പറയാറില്ലേ? എന്താണ്? മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0, ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ ഇതില് നമുക്കറിയാം, ഓരോ കഷ്ണം എടുത്താൽ ഇതൊരു പോളിനോമിയലാണ്, ഇതൊരു പോളിനോമിയലാണ്. മൈനസ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ലേ കുട്ടികളെ? എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പോളിനോമിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ 2 ബ്രാഞ്ചുകളും പോളിനോമിയൽസ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ 2 കഷ്ണവും കണ്ടിന്യൂസ് ആയതുകൊണ്ട് മൊത്തത്തിൽ അയാൾ കണ്ടിന്യൂസ് ആവും. ഇനി അവരവിടെ ഒരുമിച്ച് കൂടി ഫിറ്റ് ആവുന്ന സ്ഥലം ഇവിടെയല്ല, 0-0ലാണ് അവർ ഒരുമിച്ച് ചേരണത് അല്ലെ? അവിടെയും കണ്ടിന്യൂസ് ആണ്. കാരണം അതിന്റെ ലിമിറ്റ് എത്ര? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് നത്തിങ് ബട്ട് എഫ് ഓഫ് 0. കാരണം എഫ് ഓഫ് എക്സ് എല്ലാം മോഡ് എക്സ് ആണ്. അപ്പൊ കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രമേ പറയൂ വേണ്ടൂ. എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് എ എന്ത് ഫംഗ്ഷൻ ആണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്തു എഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് 0-ല് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് ഇന്നലെ പ്രൂവ് ചെയ്തു മക്കളെ. എഫ് എക്സ് 0-ല് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ആരവിടെ? അപ്പോ കണ്ടിന്യൂസ് ആയതുകൊണ്ട് മാത്രം എന്താവണമെന്നില്ല? ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അതിന് ഉദാഹരണമാണിത്. എന്ത്? മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ അയാള് 0-ല് എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല.
സീറോനും മുന്നും പിന്നൊക്കെ ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ? അതെ. കാരണം ഇതിന്റെ ഡെറിവേറ്റീവ് -1ഉം ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? +1 ആണ്. പക്ഷെ സീറോയിൽ അങ്ങനെ ഒരു ഡെറിവേറ്റീവ് ഇല്ല. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം സാർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഒക്കെ എടുത്തിട്ട് ചെയ്തില്ലേ പിള്ളേരെ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആണ്, പക്ഷെ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഏത് പോയിന്റില്? x = 0. x = 0. അപ്പൊ ഏതാ സ്ട്രോങ്ങർ കണ്ടീഷൻ? ഡിഫറൻഷ്യബിലിറ്റി അല്ലേ? കാരണം എന്താ? കണ്ടിന്യൂറ്റി ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് എന്തുണ്ടാവണമെന്നില്ല, ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവണമെന്നില്ല. തിരിച്ച് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടായിക്കോളും? കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കും. അതാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്ന ഒരു തിയറം. ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ്. അപ്പൊ നമ്മളോട് പറയുന്നത് ഇതാണ്, സപ്പോസ് f is differentiable at x equal to a, then we have to prove that f is എന്തായിരിക്കും? continuous at x equal to a. അപ്പൊ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടെങ്കിൽ ആ പോയിന്റില് ആ ഫംഗ്ഷൻ എന്തായിരിക്കും? പറയും മക്കളെ. കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കും. ഇതാണ് തിയറം. ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. തിരിച്ചുണ്ടാവുമോ? ഉണ്ടാവില്ല, നിർബന്ധമില്ല. കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് ഡിഫറൻഷ്യബിലിറ്റി എപ്പോഴും ശരിയാവോ? ഇല്ല. അതിനാണ് നമ്മൾ ഉദാഹരണം കൊടുത്തത്. എന്ത് ഉദാഹരണം കൊടുത്തേ? മോഡ് എക്സിന്റെ. fx = mod x വളരെ മാന്യനാണ്, കണ്ടിന്യൂസ് ഒക്കെയാണ്, പക്ഷെ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഏത് പോയിന്റില്? 0ല്. x = 0ല്. ഓക്കെ, ഇവിടെ പക്ഷെ നേരെ തിരിച്ചാ പറയുന്നത്. എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്തായിരുന്നോളും? പറയൂ മക്കളെ. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നത് f is given to be differentiable. കിട്ടിയോ മക്കളെ? ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു. f of x minus f of a. f of x minus f of a. നമുക്കറിയാം കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് x tends to a, f of x is equal to എന്തെന്ന് പ്രൂവ് ചെയ്താൽ മതി പിള്ളേരെ? f of a ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. In order to prove that fx is continuous at x equal to a, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലിമിറ്റ് x tends to a, f of x ആരാണെന്ന് പ്രൂവ് ചെയ്യണം? f of a ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് അതിന് പകരം ലിമിറ്റ് x tends to a, f of x minus f of a എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി? 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യുന്നതിന് പകരം, കാരണം നമുക്ക് ലിമിറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കാലോ, ലിമിറ്റിന്റെ ഉള്ളിലേക്ക് എടുത്താൽ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എ. എഫ് ഓഫ് എ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്, സ്ഥിരമാണ്. അപ്പൊ അതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ തന്നെയാണ്. കിട്ടുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് in order to prove this, we will prove that this limit must be equal to സമ്മതിച്ചു. That is equal to limit x tends to a. ഇത് സാധനം ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി തന്നിട്ടുണ്ട് അല്ലേ? ഹലോ, എഫ് എക്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളില് ആ ഡിഫറൻഷ്യബിലിറ്റി കൊണ്ടൊന്ന് കുത്തിക്കേട്ടണം. അതെന്താ ചെയ്യാൻ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഹലോ, ഇത് ഈക്വൽ ആണോ? ഇത് രണ്ടും അല്ലല്ലോ. അല്ല. ആര് കൂടുതലുണ്ട് ഇവിടെ? ഡിനോമിനേറ്ററിൽ ആരുണ്ട് കൂടുതല്? അപ്പൊ അത് നമുക്കൊന്ന് കോമ്പൻസേറ്റ് ചെയ്താലോ? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു? കാണുന്നുണ്ടോ? ആ ഭാഗം കാണുന്നുണ്ടോ മക്കള്? എനിക്ക് കാണുന്നില്ല കാര്യമായിട്ട്.
കാര്യമായിട്ട് കാണുന്നില്ല. എന്താ ഇപ്പോഴോ? അപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായിട്ട്. ഇത് ആരെയും പറയണേ? നന്ദന. നന്ദന. അതെ, നന്ദന. യെസ്. അപ്പൊ ഇത് ആരാരും വെട്ടിപ്പോയി? എക്സ് മൈനസ് എയും എക്സ് മൈനസ് എയും വെട്ടിപ്പോയി. ഇതുവരെ വളരെ ശരിയാണോ? ആ സാർ. ഇനി നമ്മള് പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചേക്കണേ? പ്രോഡക്റ്റ് ഓഫ് ദ ലിമിറ്റ്സ്. അപ്പൊ ഇതിനെ ഞാൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്കും, ഇതിനെ വേറെ ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്കും. അപ്പൊ എങ്ങനെ എഴുതും കുട്ടികളെ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇൻടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എക്സ് മൈനസ് എ. ഇതുവരെ വളരെ ശരിയാണോ പിള്ളേരെ? അതെ. ശരിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഡെറിവേറ്റീവിന്റെ വേറൊരു ഫോർമുലയാണ്. ഇത് എന്താ സാധനം? ഡെറിവേറ്റീവിന്റെ വേറെ ഫോർമുലയാണ്. നമ്മൾ സാധാരണ ചെയ്യാറ് എന്താ? എയില് ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ കൊടുക്കാറ്? പിള്ളേരെ, അപ്പൊ ആ എക്സ് മൈനസ് എ എച്ച് ആയിട്ട് വരണം. അവിടെ എക്സ് മൈനസ് എ എന്തായിട്ട് വരും? പറയും. എച്ച് ആയിട്ട് വരും. അല്ലെങ്കിൽ എക്സ് എന്തായിട്ട് വരും ഇവിടെ? അപ്പൊ ഇവിടെ ആക്ച്വലി എന്താ വരണ്ടേ മക്കളെ? എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വന്നോളില്ലേ? മനസ്സിലായോ നമുക്ക്? നോക്കൂ ഒന്നുകൂടി. എക്സ് മൈനസ് എ സാർ എന്തായിട്ട് എടുത്തു? എച്ച് ആയിട്ട് എടുത്തു. കാരണം എക്സ് എയിലേക്ക് പോവുകയാണല്ലോ. എക്സ് എന്തിലേക്ക് പോവാ? എയിലേക്ക്. എക്സും എയും തമ്മിലുള്ള അകലം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുക. ആ അകലത്തിനെ ഞാൻ എന്തെന്ന് വിളിക്കണു? എച്ച് എന്ന് വിളിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായി? എ പ്ലസ് എച്ച് ആയി. ഇനി എക്സ് എയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ എന്ന് പറയുന്ന എച്ച് എന്തിലേക്ക് പോവാന്ന് അർത്ഥം? സീറോയിലേക്ക്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ട് മാറുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു സീറോ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ചിന് ഈക്വലന്റ് ആവില്ലേ ഈ സ്റ്റേറ്റ്മെന്റ്? ഇത് എന്താ സാധനം? നമ്മുടെ എഫ് ഡാഷ് എ അല്ലേ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എഫ് ഈസ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഈ ഡെഫിനിഷൻ കണ്ട ഉടനടി ഞാൻ അതിനെ എന്തെന്ന് എഴുതും? എഫ് ഡാഷ് ഓഫ് എ എന്ന് എഴുതും. ബുദ്ധിമുട്ടാവൂ? ഇല്ല. ഇൻടു എക്സ് എയിലേക്ക് പോയാൽ എ മൈനസ് എ അത് എത്രയാ? സീറോ. therefore f dash a into 0 എത്ര കിട്ടും? 0 കിട്ടും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നോ? നടന്നു. എന്ത് നടന്നു? ലിമിറ്റ് ഓഫ് എഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ആസ് എക്സ് ടെൻഡ്സ് ടു എ ഈക്വൽ ടു 0 അല്ലേ? അതെ. What will be your conclusion? Therefore f of x is continuous at x equal to a. Therefore ഇത് കിട്ടി കഴിഞ്ഞ ഉടനെ നമ്മൾ ഇത് ഒന്നുകൂടി പറയണം. ലിമിറ്റ് x tends to a f of x equal to f of a. Therefore f is continuous at x equal to a. അപ്പൊ നിങ്ങൾ ഈ തിയറം ചോദിച്ചാൽ കാണാണ്ട് പഠിച്ചു പറഞ്ഞു. ലിമിറ്റ് x tends to a f of x minus f of a equal to limit x tends to a f of x minus f of a divided by x minus a into x minus a. എന്നിട്ട് ലിമിറ്റ് ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ ലിമിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ലിമിറ്റ്സ്. അപ്പോ രണ്ടെണ്ണം f dash of a. കാരണം f given സൈഡിൽ എഴുതുന്നത് നമ്മൾ എന്ത് എഴുതും? f is given to be differentiable at x equal to a. അപ്പൊ അതുകൊണ്ട് ഇത് ആരാണ്? f dash a ആണ്. ഈ ചങ്ങാതി a minus a എന്തായി? 0 ആയി. Therefore which is equal to എന്താണ്? 0. Conclusion. അപ്പോൾ limit x tends to a f of x equal to f of a. Therefore conclusion. Therefore f is continuous at x equal to a. x equal to a. Okay. ഇനി ആരതില് നമ്മുടെ ഫ്രണ്ട് പേജിൽ വരാത്തവരാരൊക്കെയാണ് അതിലുള്ളത്? ആമ്പിള്ളേരാരാ?
ഒന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന്. ഹലോ, മണി 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 മണി. കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങേണ്ടത് എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എയുടെ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ. എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു മേക്കപ്പ് നടത്തുന്നുണ്ട്. എന്താ മേക്കപ്പ്? അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ ഇൻറ്റു ഡിവിഷൻ ചെയ്യുക. ആദ്യത്തെ ആളെ ഒറ്റയ്ക്ക് എടുക്കുക, രണ്ടാമത്തെ ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് ലിമിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു ഇത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് എ ഇൻറ്റു 0 ഈക്വൽ ടു 0 ആണ്. ഓക്കെ. Therefore conclusion the limit extends to f of x is equal to ആരെ കിട്ടി? Therefore f is അല്ലല്ല യെസ് 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 നമ്മൾ എന്താ പ്രൂവ് ചെയ്തപ്പോ f is continuous at പറയുമോനെ f is continuous at x equal to എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ പിള്ളേരെ, ഹലോ മക്കളെ, ഇനി മുന്നോട്ട് പോയിക്കോട്ടെ സാറ്. ഓക്കെ. ഇനി -2/√x ഡെറിവേറ്റീവ് ഒക്കെ കണ്ടായിരുന്നോ നമ്മൾ ഇന്നലെ? ചെയ്തല്ലേ? -2/√x ചെയ്താണോ നോക്കിയ പെട്ടെന്ന്? ചെയ്തിട്ടുണ്ടാ? x + √x ചെയ്തു. x + √x ചെയ്താണ്. റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ചെയ്തു. അതിന്റെ എന്ത് കാണാനായിരുന്നു? ടാൻജന്റിന്റെ ഇക്വേഷൻ. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് കാണലാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണലാണ്. എന്നിട്ട് ഏതാ പോയിന്റ് തന്നാൽ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇനി സാറ് എന്തിലേക്ക് പോയിക്കോട്ടെ? നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു എന്ന് പറയും? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ജെർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു സ്പീഡും കൂടി ഉണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വെലോസിറ്റി ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ആരാ? അതിന് ഡയറക്ഷൻ നോക്കില്ല എന്നുള്ളൂ. വെലോസിറ്റിക്ക് ഡയറക്ഷൻ നോക്കും, സ്പീഡിന് എന്ത് നോക്കില്ല പിള്ളേരെ? ഡയറക്ഷൻ നോക്കില്ല. അപ്പൊ നമുക്ക് ഇതിലത്തെ കുറച്ച് പ്രോബ്ലംസിലേക്ക് പെട്ടെന്ന് വരാം. ഓക്കെ. ആ പേജ് എടുത്ത് നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അതൊന്ന് എടുത്തേ പിള്ളേരെ. ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എവിടെ പോയി? ഏത്? ആക്സലറേഷൻ ഒക്കെ പോകുന്നുണ്ട് അല്ലെ? ജെർക്കൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ശരി പിള്ളേരെ, ഇനി നമുക്ക് അടുത്തേക്ക് പോവാന്നാ. ഇനി ഏതാ പിള്ളേരെ? ഏതെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട ഭാഗം ഉണ്ടെങ്കിൽ പറയൂ കുട്ടികളെ. അതില് കുറച്ച് ഡൗട്ട് വരുന്നുണ്ട് അല്ലെ? അതൊന്ന് പറയാം. അത് പറയാം. ഏതിന്റെ? റോൾസ് തിയറം. ഓക്കെ, ചെയ്യാം. റോൾസ് തിയറം ആണെങ്കിൽ എളുപ്പമുണ്ട്. അത് പറഞ്ഞിട്ട് മറ്റേക്ക് പോയാൽ മതി മോളെ. ഹലോ, റോൾസ് തിയറം കഴിഞ്ഞിട്ട് മതി. റോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. f of x continuous on closed interval a b. f dash x exists on open interval a b. പിന്നെന്താണ്? f of a equal to f of b. അപ്പൊ 1, 2, 3 പിള്ളേരെ ഓർക്കുന്നില്ലേ? Then there exists a c in between a and b such that f dash c equal to 0.
റോൾസ് തിയറം ചോദിച്ച ആള് പറയൂ, എന്താണ് നിന്റെ പ്രോബ്ലം പറയൂ മോളെ. ആരാ ചോദിച്ചത് റോൾസ് തിയറത്തിന്റെ? സാർ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാൻ, അതൊക്കെ മറന്നുപോയി. അതുകൊണ്ട് അതാണ് റോൾസ് തിയറത്തിന്റെ ഡെഫിനിഷൻ എന്താ മോളെ? സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ വേണം? ഒന്നാമത്തേതായിട്ട് ഫംഗ്ഷൻ. ആരാ ചോദിച്ചത്? ഐശ്വര്യാണോ ചോദിച്ചത്? ആരാ ചോദിച്ചേ? അശ്വതി. ഐശ്വര്യ പള്ളിയിൽ കയറി. ഐശ്വര്യ പറയും. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് സോറി എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ ബി എറ്റ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. എറ്റ് അല്ല, എറ്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടാവും പാടുള്ളൂ. ഇതെന്താ? കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. രണ്ടാമത്തെ എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. സർ. ആദ്യത്തേൽ എന്താ? കണ്ടിന്യൂസ് ആവണം. രണ്ടാമത്തെ എന്താണ്? ഡിഫറൻഷിയബിൾ ആവണം. ഇന്റർവെല്ലിന് ചെറിയ വ്യത്യാസം ഉണ്ട്. ആദ്യത്തെ എന്ത് ഇന്റർവെല്ലാ? ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. രണ്ടാമത്തെ ഓപ്പൺ ഇന്റർവെൽ. ഓപ്പൺ ഇന്റർവെൽ. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതായത് എൻ പോയിന്റില് ഫംഗ്ഷൻസ് സെയിമിന്റെ വാല്യൂ സെയിം ആയിരിക്കണം. പിന്നെയാണ് കൺക്ലൂഷൻ വരുന്നത്. Therefore, then there exists a C in between open interval AB. Aയുടെ ബിയുടെ ഇടയിൽ C ഉണ്ട് such that f dash C ഉണ്ടായിട്ട് 0. ഓക്കെ, അതിൽ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് വല്ലതും കിട്ടാത്തതുണ്ടോ മോൾക്ക്? ഓരോന്ന് പറഞ്ഞു നോക്കണം. ഏതായിരുന്നു? അതിൽ സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ യൂസിങ് റോൾസ് തിയറം വെൽഫെയർ റോൾസ് തിയറം എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് വരും പറഞ്ഞില്ലേ? രണ്ട് ടൈപ്പ് വരും. അത് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലായി ഉണ്ടാവില്ല അല്ലെ? അതില് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഉദാഹരണത്തിന് വെരിഫൈ ദ റോൾസ് തിയറം എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത്. വെരിഫൈ റോൾസ് തിയറം. പ്രോബ്ലം ഇതാണ്: എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഇതാണ് താരം എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷന് 1 to 3 റോൾസ് തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റോൾസ് തിയറം പറയുമ്പോളെ ക്ലോസ്ഡ് ഇന്റർവെൽ 1 to 3 വെരിഫൈ ചെയ്യാൻ എഫ് എക്സ് ഈക്വൽ ടു ആരാ ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. ഇതിന് റോൾസ് തിയറം വെരിഫൈ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അതിന് ഈ 3 കണ്ടീഷൻ ഉണ്ടോ എന്ന് നീ ആദ്യം തൊട്ട് നോക്കിയേ. എഫ് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആയിരിക്കണം. ഇവിടെ എ ബിക്ക് പകരം തന്നേക്കണത് ആരെയാ? 1 3. 1 ഉം 3 ഉമാണ്. അപ്പൊ 1 3 കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ ഫംഗ്ഷനെ ഒന്ന് നോക്കിയേ നീ. അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് അവിടെ മാത്രം മതി. 1 ലും 3 ലും. 1 ലും 3 ലും അല്ല, 1 to 3. ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ 1 3. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ പറയില്ലേ? ഫസ്റ്റ് കണ്ടീഷൻ എന്താ? എഫ് എക്സ് ഈസ് എ പോളിനോമിയൽ സോ ദാറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ 1 to 3. 1 to 3 എഴുതാൻ ബുദ്ധിമുട്ടാവോ? ഇല്ല സാർ. ഇല്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഡെറിവേറ്റീവ് ഉണ്ടോ നോക്കണ്ടേ? സാർ. പറഞ്ഞു 2x മൈനസ് 8. 4 നിനക്ക് തല്ലുള്ളൂട്ടൻ്റെ ഇത് കാണുന്നില്ലേ നീ? സാർ കാണുന്നുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 അല്ലേ? 4xന്റെ ഡെറിവേറ്റീവ് 4 അല്ലേ? സാർ 4. 2x മൈനസ് പരീക്ഷയുടെ തലേദിവസം 2x മൈനസ് 4. ക്ലിയർ ആണോ? സാർ. ഇതൊരു പാവം പോളിനോമിയൽ, പാവം പിടിച്ച ആളല്ലേ? ഇതെല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യില്ലേ? സാർ. നമുക്ക് എവിടെ മതി? ഓപ്പൺ ഇന്റർവെൽ 1 3 ല്. 1 3 ല് എന്താ വാക്ക് ഉപയോഗിക്കേണ്ടത്? എക്സിസ്റ്റ്. എക്സിസ്റ്റ് ഓൺ ഓപ്പൺ ഇന്റർവെൽ കണ്ടിന്യൂസ് ഓൺ. കിട്ടിയാ? സാർ. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ നോക്കണം. എഫ് ഓഫ് 1 കാണണം. എഫ് ഓഫ് എ എന്ന് പറയുന്നത് 1 അല്ലേ കുട്ടി? സാർ. ഒന്ന് കൊടുത്തേ നീ. 1 കൊടുത്തേ. 1 മൈനസ് 4 പ്ലസ് 3 എത്ര കിട്ടണേ? -6 അല്ല
-6 അല്ലേ അല്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ? ഇത് പ്ലസ് ആരൊക്കെയാ? 1 3 അല്ലേ? ശരി ശരി. എത്രയാ അപ്പൊ കിട്ടുക? 0 വരും. f of 2 2 സ്ക്വയർ 4 അല്ലേ? 9 3 സോറി 3 ആണ്. 9 മൈനസ് 12 12 പ്ലസ് 3 അത് 0 വരും. 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഈ f of 1 ഉം f of 3 ഉം ഈക്വൽ ആണ്. ഈക്വൽ ആണ്. അപ്പൊ ഈ 3 കണ്ടീഷൻ നിന്റെ തലയിൽ കയറിയ. സർ. അപ്പൊ ഇതിൽ എന്താ കൺക്ലൂഷൻ? ഇതിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? ഇതിന്റെ f of 1 ഈക്വൽ ടു f of 3. അപ്പൊ ഈ 3 കണ്ടീഷനും ഉണ്ട്. ഇനി വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മള് എഫ് ഡാഷ് എക്സ് കണ്ടിട്ടില്ലേ കുട്ടി? അതിന് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എഫ് ഡാഷ് എക്സ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് 2x മൈനസ് 4 0 ആക്കുക. എഫ് ഡാഷ് എക്സ് 2x മൈനസ് 4 അല്ലേ? അപ്പൊ 2x ഈക്വൽ ടു 4 അല്ലേ? x ഈക്വൽ ടു 4/2 2 അല്ലേ? ഇനി നോക്കേണ്ടത് ഈ 2 എന്ന് പറയുന്ന ആള് എക്കും ബി സി ആരുടെ ഇടയിലാണ് കിടക്കേണ്ട? എക്കും ബിക്കും. ഇവിടുത്തെ എയും ബി ആരാ? 1 ഉം 3 ഉം. 1 ഉം 3 ഉം ആണ്. ക്ലിയർലി 1 ലെസ് ദാൻ 2 ലെസ് ദാൻ 3. ശരിയാണോ? സർ. വിച്ച് വെരിഫൈസ് എഫ് ഡാഷ് വിച്ച് വെരിഫൈസ് റോൾസ് തിയറം. വെരിഫിക്കേഷൻ മനസ്സിലാവുന്നുണ്ടോ അശ്വതി? സർ മനസ്സിലായി. എന്താ ചെയ്ത? ഈ 3 കണ്ടീഷനും വെരിഫൈ ചെയ്തതിന് ശേഷം 4ാമത് ഇവര് പറഞ്ഞ സാധനം ഉണ്ടോ നോക്കും. ആര്? സി ഉണ്ടോ നോക്കും. ആരുടെ ഉള്ളില്? 7. ഇവിടെ നമ്മുടെ ആരുടെ ഉള്ളിലാ നോക്കിയേ? 3-നിടയ്ക്ക് നമുക്ക് കിട്ടിയത് 2 അല്ലേ? സി എന്ന് പറയുന്നത് ഈ 2ആണ്. ഈ എക്സ് എന്ന് പറഞ്ഞ ഈ 2 ഇല്ലേ? ഇതാണ് നമ്മുടെ സി. ഇതാണ് നമ്മുടെ സി. അത് ആരുടെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്? 1-ന്റെയും 3-യുടെയും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമാധാനായി. എന്ത് കഴിഞ്ഞു? വെരിഫിക്കേഷൻ കഴിഞ്ഞു. മനസ്സിലായ? മനസ്സിലായി. നിങ്ങൾ താനോട് പറയാണ് ഈ പ്രോബ്ലം തന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്ന് കരുതുക. അപ്പൊ നീ എന്തൊരു ചെയ്യാ? പുസ്തകം മറിച്ച് നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഈ പ്രോബ്ലം ഉണ്ടോ നോക്കൂല്ലേ? അതിന് എന്താ പറയാ? വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൂടെ? എന്ന് പറഞ്ഞ പോലെയാണിത്. ഇതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ചില കേസുകളിൽ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. ഇതുവരെയുള്ളത് ട്രൂ ആണെങ്കിൽ ആരുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. ആരുടെ ഇടയിലുണ്ട്? എക്കും ബിക്കും ഇടയിലുണ്ടെന്ന്. അത് കണ്ണം പൂട്ടി വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ പറയുക യൂസിങ് റോൾസ് തിയറം. മനസ്സിലായി? ഒരു കാര്യം പറയുന്നത് ഇന്ന റൂട്ട് ഇതിനിടയ്ക്ക് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അത് അങ്ങനെ പ്രൂവ് ചെയ്യും. ക്ലിയർ ആയോ കുട്ടി? ഇതാണ് എന്ത് തമ്മിലുള്ള വ്യത്യാസം? വെരിഫൈയും യൂസിങ്ങും. ഇനി അതിലെ cos 2x - 1 ഇതുപോലെ തന്നെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞായിരുന്നു. cos 2x - 1 0 to π. മക്കളെ ബാക്കിയുള്ളവർ എന്താ പറയണേ? ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ അടുത്തേക്ക് പോണോ? പറയൂലേ? സാറ് പറഞ്ഞോ അല്ലേ? fx ഈക്വൽ ടു cos 2x - 1. പിള്ളേരെ സ്വരൊന്നും കേൾക്കാല്ലോ. സാർ ആ പ്രോബ്ലം കൂടി നോക്കാം. 0 to π. ഓക്കെ, ഇത് കോസ് ഫംഗ്ഷൻ ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആർ ഓൾ കണ്ടിന്യൂസ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷനും അതിന്നൊരു 1-നെ സബ്ട്രാക്ട് ചെയ്യണു. കുഴപ്പമുണ്ടാവൂ? 1 ഉം കണ്ടിന്യൂസ് അല്ലേ? അപ്പൊ cos 2x ട്രിഗണോമെട്രി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അത് ഡിനോമിനേറ്റർ 0 ആവില്ലല്ലോ. അതിന്റെ ഒരിക്കലും ഡിനോമിനേറ്ററിന്റെ വേർഷൻ വരും അവിടെ ഇല്ലല്ലോ? ഇല്ല, വരില്ല. അപ്പൊ അതുകൊണ്ട് cos 2x കണ്ടിന്യൂസ് ആണ്, 1 ഉം കണ്ടിന്യൂസ് ആണ്. അപ്പൊ cos 2x - 1 ഈസ് കണ്ടിന്യൂസ് എവരിവെയർ, ഇൻ പെർട്ടിക്കുലർ എവിടെ?
0 to pi. 0 to pi. ഇനി നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുനോക്കിയാൽ നമ്മള് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു പറയൂ കോസിന്റെ മൈനസ് സൈൻ Minus sin 2x into 2. ഇൻറ്റു 2 1 0 അത് പോയി അപ്പൊ എത്രയാ മൈനസ് 2 സൈൻ 2x ആയി. Can you follow? Yes, sir. ഈ സൈൻ എല്ലായിടത്തും വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഡിഫറൻഷ്യബിൾ ആണല്ലോ. അപ്പൊ ഇയാള് അതെ സർ. എല്ലായിടത്തും ഉണ്ട്. ഇൻ പർട്ടിക്കുലർ നമുക്ക് എന്തെന്ന് പറയാം, ഡിഫറൻഷ്യബിൾ 0 to pi. ഓപ്പൺ ഇന്റർവെൽ 0 to pi. മക്കളെ നിങ്ങൾ എഴുതന്നെ വേണട്ടാ, കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന വേണം, അടുത്തത് എന്തെന്ന് തന്നെ പറയണം, ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയന്നെ വേണം. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ വാല്യൂസിൽ വാല്യൂ കണ്ടുപിടിക്കണം മക്കളെ? f of 0 f of pi. f of 0 എന്ന് പറഞ്ഞാൽ cos 0 minus 1, that is 1 minus 1 equal to എത്ര കിട്ടുക? 0. cos 0 1 ആണെന്ന് അറിയണം. cos 0 1 ആണെന്ന് അറിയണം. അപ്പൊ 1 minus 1 equal to f of pi cos 2 pi minus 1. ഈ 0 പൊസിഷനും 2 pi പൊസിഷനും സെയിം അല്ലേ? അതെ. cos 2 pi എത്ര തന്നെയാ? 360 ഡിഗ്രി. 1 അല്ലേ? സർ 1 ആണ്. 1 minus 1 equal to 0. അപ്പൊ മൂവർസംഖ്യ ആയോ? മൂവർസംഖ്യ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന സ്ഥലം എവിടെയാണ് നോക്കി പിടിച്ചാൽ മതി അല്ലേ? അതെ. എഫ് ഡാഷ് എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 മീൻസ് ഇംപ്ലൈസ് minus 2 sin 2x must be equal to 0. അല്ലേ കുട്ടികളെ? മൈനസ് 2 ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. അപ്പൊ sin 2x 0 ആവണം അല്ലേ? അതിന് 2x 0 ആവാം, ശരിയല്ലേ? ആവാം. പൈ ആവാം. പിന്നെ എത്ര 2 പൈ ആവാം അല്ലേ കുട്ടികളെ? സാറ് പറഞ്ഞിട്ടുണ്ട് എന്ത്, എക്സ് ആക്സിസിലാണ് ഇവയാള് 0 ആവുക അല്ലേ മക്കളെ? ഇതിലാണ് എക്സ് ആക്സിസിൽ എക്സ് ആക്സിസിലാ 0 ആവുക. അപ്പൊ ആംഗിൾ 0. പിന്നെ ആദ്യം തിരിച്ചു വരുമ്പോ സോറി ഇവിടെ ഇതിലും 0 ആയിക്കൂടെ? പൈയില് 0 ആവും. പിന്നെ എവിടെയാ? 2 പൈയില് 0 ആവും. ഓക്കെ, ഇനി ഇതിന്റെ കറക്കങ്ങൾ മുഴുവൻ 0 ആവില്ലേ മക്കളെ? അപ്പൊ 0 പൈ 2 പൈ പിന്നെ 3 പൈ ഇവിടെയൊക്കെ എന്താ അല്ലേ? 0 അല്ലേ? n പൈ 0 അല്ലേ? ഇത് നമ്മൾ നേരത്തെ വന്നിട്ടുള്ളതല്ലേ? എത്രയാ? ആദ്യത്തെ ബാക്ക് അടിച്ചാലും കുഴപ്പമില്ലല്ലോ, n മൈനസ് ആയാലും കുഴപ്പമില്ലല്ലോ. മൈനസ് n 1 പൈ മൈനസ് 2 പൈ മൈനസ് 3 പൈ ഒക്കെ വരാലോ. അപ്പൊ അതുകൊണ്ട്2x ഈക്വൽ ടു n പൈ എന്നാണ് വരിക. പക്ഷെ നമുക്ക് ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, നമുക്ക് തന്നിട്ടുള്ള ഇന്റർവെല്ലിൽ എന്താ മാത്രമേ ഉള്ളൂ, അതിന്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കേണ്ടത്. ഇന്റർവെൽ ഏതാ? 0 to പൈ ആണ്. അതിനകത്ത് വരുന്ന എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ 2x അല്ലേ കിട്ടിയേക്കണേ? therefore x എന്തായിരിക്കും മക്കളെ? 0 പൈ ബൈ 2 പൈ 3 പൈ ബൈ 2 അല്ലേ? അതിന്റെ പ്ലസ് പോണോളം എങ്ങോട്ടേക്ക് പോവും? മൈനസും പോവും. ഇപ്പൊ നമുക്കൊരു സൂത്രം ഉണ്ട്. ഇവിടെ ആരെ കിട്ടി? ഏതാ നമ്മുടെ എക്സിന്റെ വാല്യൂ? ഇവിടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വാല്യൂ ഏതാ? പൈ ബൈ 2. കാരണം 0ക്കും പൈക്കും ഇടയിൽ വരണം. നമുക്ക് ഒരെണ്ണെങ്കിലും ഉണ്ടായാൽ മതി. ഒരെണ്ണം ഉണ്ടല്ലോ. ക്ലിയർലി 0 ലെസ് ദാൻ പൈ ബൈ 2 ലെസ് ദാൻ പൈ കിട്ടിയോ? അപ്പൊ സി ആരവിടെ? പൈ ബൈ 2. ഇതൊക്കെ വരും. 0 പൈ വന്നിട്ട് കാര്യമില്ല നമുക്ക്. കാരണം എന്താ? ഈ 0 ഇതിന്റെ ഉള്ളിൽ, ഇതിന്റെ ഓപ്പൺ ഇന്റർവെലിന്റെ ഉള്ളിലാണോ കിടക്കണേ 0? അല്ല സർ. പൈ എടുക്കണ്ട? ഇല്ല. 3 പൈ ബൈ 2 അത് കളരിക്ക് പുറത്തല്ലേ? മനസ്സിലായ? സർ മനസ്സിലായി. അപ്പൊ കളരിയുടെ ഉള്ളിലുള്ളതാരാ?
π/2 ആണ്. 5/2. ആ സ്ഥലത്ത് എന്താവുന്നുണ്ട്? എഫ് ഡാഷ് എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. 0 ആവുന്നുണ്ട്. അപ്പൊ അത് ആരുടെ ഇടയ്ക്ക് കിടക്കണുണ്ട്? 0ന്റെയും പൈന്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പൊ സി എന്ന് പറയുന്നത് ആരാ മക്കളെ ഇവിടെ? സി എന്ന് പറയുന്നത് ആരാ π/2 ആണ്. എടുക്കേണ്ടത്? π/2. 5/2. Clearly C lies between 0 and pi, which verifies റോൾസ് തിയറം. റോൾസ് തിയറം. ഓക്കെ, അപ്പൊ റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യണ്ടു? 3 കണ്ടീഷനും വെരിഫൈ ചെയ്യുക. എന്നിട്ട് എഫ് ഡാഷ് എക്സ് 0 ആക്കുമ്പോൾ കിട്ടുന്ന എക്സ് വാല്യൂ നമ്മുടെ ഇന്റർവെലിന്റെ ഉള്ളിലാണോ എന്ന് നോക്കുക. ഉള്ളിലാണെങ്കിൽ എന്തായി പറയപ്പിള്ളരെ? വെരിഫൈഡ് ആയി. വെരിഫൈഡ് ആയി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു മക്കളെ. ഇല്ല സർ. ശരിയായോ കുട്ടികളെ? ആ സർ. ശരിയായോ? Okay. അന്നത്തെ ഭാഗം മക്കള് തുറന്നു വെച്ചിട്ടുണ്ടാവോ? നോട്ട് എഴുതിയത് ഞാൻ അന്ന് ക്വസ്റ്റ്യൻ ബാങ്കിലെ ചോദ്യങ്ങളാ ചെയ്തു തന്നിട്ടുണ്ടാവുക. ഇന്ദു, നന്ദന, ടീമുകള്, ഹലോ. ആ സർ, ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ മീൻ വാല്യൂ തിയറം പറയേണ്ട വരുമോ? പറയണോ? അശ്വതി, ആ സർ. മീൻ വാല്യൂ തിയറം നിനക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. ഇല്ല, കുറേശ്ശില്ല. കഴിഞ്ഞ വർഷം മീൻ വാല്യൂ തിയറത്തിന്റെ പ്രൂഫാണ് ചോദിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം അതിനൊരു ഡി ഈക്വൽ ടു എന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ പ്രാവശ്യം ഞാൻ ആ ഡീറ്റെയിലേക്ക് പോണില്ല, നേരത്തെ ചെയ്തു തന്നിട്ടുള്ളതുകൊണ്ട്. യെസ്, മീൻ വാല്യൂ തിയറത്തിൽ പറയുന്നത് മോളെ ആദ്യത്തെ 2 കണ്ടീഷൻ പറഞ്ഞേ. നീ റോൾസ് തിയറത്തിന്റെ ആദ്യത്തെ കണ്ടീഷൻ എത്ര പറഞ്ഞു? എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. രണ്ടാമത്തെ പിന്നെ എഫ് ഡാഷ് എക്സ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. ഓപ്പൺ എഫ് ഡാഷ് എക്സ് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് ഔട്ടാ. സർ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആര്? എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ഓർ എഫ് എക്സ് ഈസ് മോളെ എഫ് ഈസ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതി. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. ഒറ്റ ശ്വാസത്തിൽ അങ്ങനെ പറഞ്ഞു പോയാൽ മതി കേട്ടാ. എന്താ പറയേണ്ടത്? എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. ഓപ്പൺ ഇന്റർവെൽ എ ബി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ തള്ളാം, എന്റെ ആവശ്യമില്ല. മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നായിരുന്നു. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു സീനെ കണ്ടുപിടിക്കാൻ പറ്റും. ആരുടെ ഇടയ്ക്ക്? എക്കും ബിക്ക് ഇടയ്ക്ക് ഒരു സി കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു തന്നെ. ഇന്ദു ഒന്ന് പറഞ്ഞേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇന്ദു. Sir, F is continuous on open interval AB. Sorry, closed interval AB. F is differentiable on open interval AB. Then there exists a C in between A and B such that F dash of C is equal to F of B minus F of A by B minus A. ഇതുപോലെ മണിയായിട്ട് ഒരാൾ പറഞ്ഞേ. ലക്ഷ്മി, വി യു. വി യു ഒന്ന് പറയൂ. ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെങ്കിൽ എയുടെയും ബിയുടെ ഇടയിൽ ഒരു സി ഉണ്ടാവും. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബി മൈനസ് എ. ഇത്രയ്ക്കൊക്കെ പറയാനുണ്ട്. ഇത് തന്നെ കാര്യം അല്ലേ? അതാണ്, അത്രയ്ക്കാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് കുട്ടികൾ പോകേണ്ടത്. യെസ് മക്കളെ, അതിന്റെ പ്രോബ്ലം ചെയ്ത് വല്ലതുണ്ടോ നോക്കി. ഇന്ദു തുറന്നു വെച്ചിട്ടുണ്ടോ പുസ്തകം? ആരാ തുറന്നു വെച്ചേണേ? പറയൂ, ഏതാ പ്രോബ്ലം ആയിരുന്നേ? പ്രോബ്ലം പറയൂ. F of x is equal to x cube ഉണ്ട്. F of x equal to x cube in the interval -1 to 1. x cube തന്നിരുന്നോ? fx equal to x cube തന്നിരുന്നു അല്ലെ? fx equal to ഒരു മിനിറ്റ്. x cube. ഓക്കെ, fx equal to x cube.
പിള്ളേരെ എഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എക്സ് ക്യൂബ്. ആ അത് ഇന്റർവെൽ തന്നു -1 to +1. -1 to +1. അത് നിങ്ങൾ ചെയ്തു നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതിന്റെ സി എത്ര കിട്ടിയ നമ്മൾക്ക്? പ്ലസ് ഓർ മൈനസ് 1/√3. 1/√3. ആ അത് ആരുടെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്? രണ്ടും എടുക്കുന്നുണ്ട് അല്ലെ? രണ്ടും എടുക്കുന്നുണ്ട്. രണ്ടും വരുന്നുണ്ട്. -1 രണ്ട് വാല്യൂ കിട്ടും സിക്ക്. C1 കിട്ടും, C2 കിട്ടും. C2 കിട്ടും. രണ്ടും ആരുടെ ഇടയ്ക്കാണ്? ഈ -1 1 ഇടയ്ക്കാണ്. ആ അതായത് പ്ലസ് ഓർ മൈനസ് എത്ര കിട്ടി? പ്ലസ് ഓർ മൈനസ് 1/√3. √3. നമ്മുടെ ഇന്റർവെൽ എന്താണ്? -1 to +1 ആണ്. അപ്പൊ 1/√3 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. 1 കുറവായിരിക്കും അത്. അതുപോലെ തന്നെ ഇത് -1/√3 ആയിരിക്കും. നമുക്ക് 0 നിൽക്കുന്നുണ്ടല്ലോ. 0ന്റെ കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ആര് കൊട്ടയിലുണ്ട്? ഏതാ കൊട്ട? -1 to +1. +1. ഇതാണ് നമ്മുടെ കൊട്ട, മീൻ കൊട്ട. മീൻ കൊട്ടയിൽ രണ്ട് മീനുണ്ട്. ആരൊക്കെയാണ്? 1/√3 and -1/√3. √3. വിച്ച് വെരിഫൈസ് എന്താണ് ശരിക്ക്? മീൻ വാല്യൂ തിയറമാണ്. മീൻ വാല്യൂ തിയറം. അല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മളോട് ചോദിച്ചതനുസരിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ. സർ. ഞാനത് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ക്വസ്റ്റ്യൻ ബാങ്കിലത്തെ ടിക്ക് കാണാനില്ല. അതുകൊണ്ടാണ് സാർ പെട്ടെന്ന് പോണേ. റൈറ്റ്. ഓക്കെ സർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തോളൂ. ചെയ്തോളാം. ഇനി വേറെ ചെയ്തായിരുന്നത് നമ്മൾ T/T-1 ചെയ്തായിരുന്നോ? GT സർ. എക്സാക്ട് ചെയ്തായിരുന്നോ സാറ്? സർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ? Gx ഈക്വൽ ടു x/x-1 ആണോ? ഹലോ, അല്ല, ടി തന്നെ യൂസ് ചെയ്തിട്ട്. T തന്നെയാണ്. ഇന്റർവെൽ തന്നിരുന്നു -2 to 0. നോക്കൂ, T/T-1 ഈ ഫംഗ്ഷൻ മോളിലത്തെ ടി ആണ്, പോളിനോമിയൽ ആണ് മക്കളെ. എക്സ് പോലെയാണ് ഇവിടെ ടി കിട്ടുന്നുണ്ട് മക്കളെ. സർ. മുകളിലുള്ളത് ഒരു ടിയുടെ പോസിറ്റീവ് പവേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? കണ്ടിന്യൂസ് ആണ്. താഴെ T-1 ടിയുടെ പോസിറ്റീവ് പവർ പിന്നെ കോൺസ്റ്റന്റ്, കണ്ടിന്യൂസ് ആണല്ലേ? പോളിനോമിയൽ അല്ലേ? ആണ്. ഇനി ഇതേ ബൈ ഇത് കണ്ടിന്യൂസ് ആണ് ആവാതിരിക്കുന്ന ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഏതാ അത്? 1 ആണ്. 1ല് കുഴപ്പമുണ്ട്. പക്ഷെ ആ 1 ഇവിടെ ഉണ്ടോ ഇന്റർവെല്ലില്? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിർബന്ധം ശരിയായിട്ട് പറയാം എന്താണ്? -2 to 0 ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇതുവരെ വളരെ ശരിയാണോ? അതെ സർ, ശരിയാണ്. ശരിയാണ്. ഇനി ഇതിന്റെ എന്ത് കാണണം? എഫിന് പകരം ജി കാണണ്ട മക്കളെ. G' കാണണ്ടേ? സർ കാണണം. G' കാണുമ്പോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി, ദാറ്റ് ഈസ് 1 മൈനസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് T-1, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ T-1 സ്ക്വയർ. തെറ്റിയിട്ടുണ്ടോ സാറിന്? ഇല്ല സർ. -1/T-1 ഹോൾ സ്ക്വയർ. T-1 മൈനസ് ടി ഡിവൈഡഡ് ബൈ T-1 ഹോൾ സ്ക്വയർ. ആൻസർ എത്ര കിട്ടുക? -1/T-1 ഹോൾ സ്ക്വയർ കിട്ടും. ഹോൾ സ്ക്വയർ വരും. ഇയാള് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ഓൺ ഈ ഇന്റർവെല്ലാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ പിള്ളേരെ. ഇവും G' എന്ത് പോയാ പിള്ളേരെ? മക്കളെ കേൾക്കണില്ലേ? ഹലോ, കേൾക്കണില്ലേ ഗായത്രി? കേൾക്കണില്ലേ? ഉണ്ട് സർ. നോക്കൂ, -1 ഡിവൈഡഡ് ബൈ T-1 ഹോൾ സ്ക്വയർ. ഇയാൾക്ക് കുഴപ്പമുള്ള സ്ഥലം ഏതാ? ഇയാൾക്കും G'-ക്ക് കുഴപ്പമുള്ള സ്ഥലം 1 തന്നെയാണ്. 1 തന്നെയാണ്. ആ 1 കളരിക്ക് പുറത്തല്ലേ? അപ്പൊ അതുകൊണ്ട് എക്സിസ്റ്റ് ഓൺ എന്ത് എഴുതാം? എക്സിസ്റ്റ് ഓൺ എന്ത് ഇന്റർവെല്ലാണ് പിള്ളേരെ? ഓപ്പൺ ഇന്റർവെൽ -2 to 0. -2 to 0. മക്കള് കേൾക്കണില്ലേ? ആക്ച്വലി കേൾക്കുന്നുണ്ട്. അപ്പൊ രണ്ട് കണ്ടീഷൻ ആയല്ലോ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന്റെ ചോദ്യം പറയാം. ഇതെന്താ? വെരിഫൈ ദ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ്
the mean value theorem, hypothesis theorem on the given interval, and find all the values of C satisfying the theorem. C യുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ട് കണ്ടീഷൻ വെരിഫൈ ചെയ്തില്ലേ? ഓക്കെ, ആ സർ വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് C യുടെ വാല്യൂ കാണാനുള്ള ഫോർമുല എന്താ? G dash T equal to എന്താ? G dash C equal to എത്ര പിള്ളേരെ? G dash C G equal of to A G minus of B minus G of A divided by B minus A. B അല്ലേ? minus. ആ, ഇനി അപ്പൊ G of B എന്ന് പറയുന്ന ആരാ നമ്മളെ? G of B ആരാ? G of 0 അല്ലേ? 0 by 0 അത് എത്ര minus വാല്യൂ? 0 by minus 1 അല്ലേ? 0 തന്നെ. 0 തന്നെ. G of minus 2 എത്ര പിള്ളേരെ? minus 2 divided by minus 2 by minus minus 2 minus minus 2 by minus 2 3. by That is 2 എത്രയാണ്? 2 by 3 എന്ന് വരും. 2 by. അപ്പൊ GB that is G of minus 2, sorry, G of 0, sorry, G of 0 minus G of minus 2 divided by 0 minus minus 2, which is equal to G of 0 is 0 minus G of minus 2 is 2 by 3 2 by 3. divided by ആ സർ divided 2. by 2. Am I right? ആ സർ ശരിയാണ്. That മൈനസ് is 1 by 3 എന്ന് വരും. minus 1 by 3 കിട്ടും. ആര്? G dash C അല്ലേ? ആ സർ ഈ G dash T ഇതല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് G dash C എന്ന് പറഞ്ഞാൽ T കാണുന്നിടത്ത് എന്ത് കൊടുത്താൽ മതി? C കൊടുത്താൽ മതി. C കൊടുത്താൽ മതി. അപ്പൊ minus 1 by C minus 1 whole square equal to minus 1 by 3. ശരിയാണോ? ആ സർ ശരിയാണ്. മൈനസ് മൈനസ് രണ്ട് സൈഡിലുള്ളതുകൊണ്ട് വെട്ടിപ്പോയി, നമുക്ക് വൃത്തിയായിട്ട് കിട്ടി അല്ലേ? Therefore, ആ, സർ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 1 by C minus 1 whole square equal to 1 by 3 എന്ന് എഴുതും. C minus 1 Okay. whole square equal to 3 എന്ന് കിട്ടും. C minus 1 whole square equal to 3 എന്ന് കിട്ടും. Therefore, C minus 1 equal to plus or minus 3 എന്ന് കിട്ടും. root 3, sorry. Plus Root or minus 3. എന്ന് വരും, root 3 എന്ന് വരും. What about C? ആ സർ C എത്രയാ? 1 plus or minus root root 3. Am I right? 1 plus or minus root 3 എന്ന് വരും. root 3 എന്ന് വരും. ആ സർ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ കിട്ടുന്ന ആള് ആരുടെ ഇടയ്ക്ക് ഉണ്ടോന്ന് നോക്കേണ്ടത്. സിക്ക് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. 1 plus root 3 അത് കളരിക്ക് പുറത്തല്ലേ? അതെ അപ്പുറത്താണ്. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. C1 കിട്ടി 1 plus root 3, C2 കിട്ടി എത്രയാ? 1 minus 1 minus root 3. root 3. നമുക്കറിയാം root 3 എന്ന് പറഞ്ഞാൽ 1 point something ആണ് അല്ലേ? 1.7 something ആണ്. 1.73 എന്തോ. ഓക്കെ, അപ്പൊ 1 plus വരുമ്പോ 2 point വരും അല്ലെ? ആ സർ വരും. അപ്പൊ അത് കളരിക്ക് പുറത്തല്ലേ? അപ്പുറത്താണ്. ഇത് നോക്കിയാൽ 1 minus root 3 വന്നാൽ എന്താ വരും മോളെ? 1 minus 1.73. മൈനസ് മൈനസ് ആ, 73 0.73 കിട്ടും അല്ലെ? 0.73 വരും. ആ. 0.73 വരും. അത് ആരുടെ ഇടയ്ക്കാ വരുന്നത്? ഈ -2 0 ഇടയ്ക്ക് അപ്പൊ വരുന്നത്. ക്ലിയർലി എന്ന് പറയാവുന്ന എന്താ നമുക്ക്? ക്ലിയർലി 1 minus root 3 ആണ് C ന്ന്. C. അപ്പൊ -2 less than 1 minus root 3 less than 0 അല്ലെ? ഇതല്ലേ ഇക്വേഷൻ വരിക? ഇക്വേഷൻ വരിക? ആ സർ നമുക്ക് ഒരെണ്ണെങ്കിലും വേണമെന്നല്ലേ ഉള്ളൂ. അതെ ഒരെണ്ണം മതി. ഒരെണ്ണം മതി. അത് കിട്ടിയിട്ടുണ്ട്. മറ്റാള് കളരിക്ക് പുറത്താണ്. 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 ആൻസർ തന്നെയല്ലോ. നോക്കി മോളൊന്ന് ചെയ്തു വന്നപ്പോ തെറ്റിയിട്ടുണ്ടോ സാറിന്? നമുക്ക് തെറ്റിയിട്ടുണ്ടോ? ഇല്ല. ഇതന്നെയല്ലേ കിട്ടിയണേ? ആ ഇത് തന്നെയാ. ഒരെണ്ണല്ലേ ഉള്ളൂ. ആ ഒരെണ്ണം ഉള്ളൂ. ഇന്ന് ചെയ്തിട്ടുള്ള പ്രോബ്ലം എന്തായിരുന്നു മോളെ? fx equal to
സൈൻ എക്സ് ആണോ? എഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണോ? സൈൻ എക്സ് ആണ്. അത് 0π/2 ആണ്. ഞാൻ പറഞ്ഞു മുഴുവനോട് പറഞ്ഞു പോവാം, കാരണം ഏതാ വരികയെന്ന് അറിയില്ല സാറിന്. 0π/2 ആണ്. സൈൻ എക്സിന് കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ? കണ്ടിന്യൂറ്റി ഉണ്ട്. കണ്ടിന്യൂറ്റി ഉണ്ട്. ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. എത്ര f' എന്താ? cos x. അയാള് എക്സിസ്റ്റ് ഓൺ എന്ത് മതി? 0 to π/2 മതി നമുക്ക്. എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ കണ്ടിന്യൂറ്റി ഉണ്ട്. പിന്നെന്തുണ്ട്? ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. ഇനിയാണ് ആ തിയറം എന്താ പറയുന്നത്? f' ഈക്വൽ ടു എന്താ? f' is equal to f of b minus f of a. ഇത് ഫെമിലിയർ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് സാർ ഈ പറയുന്നത് കേട്ടാ. ഗൂഗിള് വന്നിട്ടില്ല അല്ലെ? വന്നിട്ടുണ്ട്, കേൾക്കണില്ല. യെസ്. ലുബ്ന Yes, sir. മോളെ ആ ഫോർമുല എന്താ? f' ഈക്വൽ ടു F of b minus f of a divided by b minus a. ബി മൈനസ്. അത് ഓർത്തിരിക്കണം കേട്ടോ ഉണ്ണി. ഉണ്ണിയല്ല, ലുബ്ന. റൈറ്റ്. വൃന്ദ അതിന്റെ കൺക്ലൂഷൻ വരുന്നതിന് മുമ്പ് 2 കണ്ടീഷൻ പറഞ്ഞു തരുന്നല്ലോ. ഏതൊക്കെയാ? ആദ്യത്തെ കണ്ടീഷൻ എന്തായിരിക്കണം? എഫ് എക്സ് ഈസ് continuous on ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. രണ്ടാമത്തെ AB, f of x is differentiable on open interval AB, then there exists A and B such that f dash of C is equal to f of B minus f of A divided by B minus A. ഈ നിയമം എല്ലാവരും കയറ്റാനും ഇതിനൊക്കെ ഇറങ്ങാനൊക്കെ ഇറങ്ങിയിരുന്നു. നിന്റെ പഠിക്കൽ നടക്കാണ്ടിരിക്കണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാ സാർ കേട്ടാ. യെസ്. ഓക്കെ. അപ്പൊ ഈ 2 കണ്ടീഷൻ ഉണ്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മക്കളെ f' എത്രയാണ്? f' എത്രയാണ്? cos c അല്ലേ ഇത്? പറയൂ പിള്ളേരെ. f' എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? cos c. ആരെങ്കിലും ഒന്ന് പറയൂ പിള്ളേരെ. സർ cos c ആയിരിക്കും. cos c equal to what is f of b എന്ന് പറഞ്ഞപ്പോൾ f of 5/2 പറഞ്ഞു. sin π/2 1 അല്ലേ? 1 വരും. f of 0 sin 0 തന്നെ വരും. 5 π/2 minus 0 π/2 minus 0. That is it 2/π? 2/2. സർ അല്ലേ? 1/π/2 that is equal to എത്ര കിട്ടുക? 2/π. ഇതന്നെയാണോ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചാൽ നോക്കിയ മക്കള്? അതെ സർ. cos c equal to എത്ര കിട്ടി? 2/π കിട്ടി. സോറി, cos c equal to c equal to എന്താ കിട്ടുക? cos inverse 2/π കിട്ടും. 2/π കിട്ടും. 2/π കിട്ടും. ക്ലിയർ ആയോ? സർ cos inverse 2/π. പൈയുടെ വാല്യൂ നമുക്ക് അറിയാം എത്രയാ? 3.14. അപ്പോ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ വാല്യൂ 2 divided by 3.14 എന്നൊക്കെ വരും അല്ലെ? സർ 2 divided by 3.14. അതിന്റെ വാല്യൂ നമ്മൾ അന്ന് കണ്ടെത്തിയിട്ടുണ്ടോ നമ്മള്? cos inverse നോക്കിയോ അന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? cos inverse 2 divided by 3.14. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയൊന്ന്. cos inverse എത്ര വരും മക്കളെ? cos inverse 2/3.14. 2/π. അതിന്റെ വാല്യൂ എത്ര വരണേ? ഹലോ, പകുതിയെ കൂടുതൽ ഉണ്ടാവും. ഹാഫിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. സർ 0.880. അതല്ല മൊത്തത്തിൽ cos inverse വാല്യൂ പറഞ്ഞേ. cos inverse കാര്യം പോയിന്റ് ആണോ? ആംഗിൾ കണ്ടുപിടിക്കുമ്പോ കേട്ടില്ല എത്ര?
50.43 ഡിഗ്രി ആണ് അല്ലെ? 50 ഡിഗ്രി 43 മിനിറ്റ്സ് ആണോ? ഹലോ, ഞാൻ ഒന്ന് പറയണത് അങ്ങോട്ട് കേൾക്കുമോ മക്കള്? ഇത് ആരെക്കാൾ കൂടുതലാണ്? വാല്യൂ എത്രയാ വരുന്നത് മോളെ? ഇതിന്റെ വാല്യൂ എത്രയാ വരുന്നത്? 2/3.4 വാല്യൂ 0.636. 636 ആണ് അല്ലേ? നമുക്കറിയാം കോസ് എപ്പോഴാ? കോസ് 60 1/2 ആണ് അല്ലെ? അതെ, കോസ് 60 എത്രയാ? 1/2 ആണ്. 1/2 ആണ്. കോസ് താഴ്ത്തിക്ക് പോരുമ്പോഴല്ലേ അത് വലുതായിക്കൊണ്ടിരിക്കണേ. അതെ അതെ, അപ്പൊ 16 കുറവായിരിക്കും. 16 കുറവായിരിക്കും. അപ്പോ ഇയാള് പറഞ്ഞ നമ്പർ ഏകദേശം കറക്റ്റ് ആണ്. ആര്? മണി പറഞ്ഞത് correct. മണി പറഞ്ഞത്. അപ്പൊ 50 ഡിഗ്രി 43 മിനിറ്റ്സ്. എനിവേ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? പറഞ്ഞോളൂ, എത്ര ഡിഗ്രി എന്ന് പറയാം? 50 ഡിഗ്രി. 50 ഡിഗ്രി അപ്രോക്സിമേറ്റ്ലി ആണ്. അത് ആരുടെ ഇടയ്ക്കാ കിടക്കണേ? 0-നും 90-ന്റെ ഇടയ്ക്കിടല്ലേ? 0 ഡിഗ്രി ലെസ് ദാൻ 50 ഡിഗ്രി ലെസ് ദാൻ 90 ഡിഗ്രി. ശരിയാണോ? കിട്ടിയ? ഇങ്ങനെ തന്നെ ആക്കി വെക്കുക കേട്ടാ. ഇനി വേറെ അതിന്റെ റൊട്ടേഷൻ കഴിഞ്ഞ് വേറെയും വരുമല്ലേ? അത് നോക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആരുടെ ഇടയിലെ വേണ്ടു? 0 to 5/2. 5/2 എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ് കുട്ടികളെ. ഇനി നമ്മൾ അതിന്റെ കൂടെ ഇതിന്റെ കൊറോളറി ആയിട്ടും കുറച്ച് തിയറൊക്കെ പറഞ്ഞായിരുന്നു സാറ്. ഓർക്കുന്നുണ്ടാവോ നിങ്ങൾ? കോൺസിക്വൻസസ് ഓഫ് മീൻ വാല്യൂ തിയറം. എന്താണ് കോൺസിക്വൻസസ് ഓഫ് മീൻ വാല്യൂ തിയറം? പഠിച്ചു വെച്ചിട്ടുണ്ടോ? പറയേണ്ട വരുമോ? നിങ്ങൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ സാറ് പറയണോ? f'(x) 0 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആവും. ഒന്നാം തിയറ അതാണ്. നമ്മൾ പഠിച്ചേക്കണത് എന്താ? കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 എന്നല്ല പഠിച്ചേക്കണേ? അതെ സർ. ഇവിടെയോ? കോൺസ്റ്റന്റ് ആവും. ഇതാണ് ഒരു തിയറം. അത് ഏത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക? മീൻ വാല്യൂ തിയറം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അതിന്റെ പ്രൂഫ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും മക്കള്. അപ്പൊ എന്തായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്? എന്താ? f'(x) equal to 0 on AB implies that fx is constant, continuous അല്ല, constant on AB എന്ന് പ്രൂവ് ചെയ്യണം. f'(x) 0 ആയിരുന്നെങ്കിൽ f reduces to a constant. മക്കളെ എന്താണ്? f'(x) 0 ആണെങ്കിൽ f(x) ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ അതിന് നമ്മള് അതിന് എന്താ സാധാരണ പ്രൂവ് ചെയ്യുക? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് വാല്യൂ എടുത്താലും അത് രണ്ടും ഈക്വൽ ആവണം. വളരെ ശ്രദ്ധിക്കുക. f(x) ഈക്വൽ ടു c എന്ന് പറയണമെങ്കിൽ എക്സിന് ഞാൻ x1 കൊടുത്താലും c ആവണം, x2 കൊടുത്താലും c ആവണം, പിള്ളേരെ x3 കൊടുത്താലും എക്സിന് എന്ത് മാറ്റം വരുത്തിയാലും ആരും കുലുങ്ങില്ല. കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിരിക്കും. പാലം കുലുങ്ങിയാലും ആരും കുലുങ്ങില്ല എന്നാണ് പറയും. കേളന പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറഞ്ഞ പോലെ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ കുലുങ്ങുന്നത് ആരാ? എക്സ് കുലുങ്ങും, പക്ഷെ ആർക്കും വ്യത്യാസമില്ല. ഫംഗ്ഷൻ വാല്യൂന് വ്യത്യാസമില്ലാതെ വരുമ്പോഴാണ് അതിന് എന്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കുക? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ രണ്ട് x1 x2 എടുത്താലോ ആരുടെ ഉള്ളിന്ന്? എയുടെയും ബിയുടെയും ഉള്ളിന്ന്. ഓപ്പണിംഗ് ബിയുടെ ഉള്ളിന്ന് ഞാൻ ആരെ എടുത്തു? x1 x2 എടുത്തു. മക്കളെ എ ഇത് ബി, ഇതിന്ന് ഞാൻ ഒരു x1 എടുത്തു, x2 എടുത്തു. ഫോർ ടൈം ബീയിങ് x1 ആരെക്കാൾ കുറവാന്ന് വിചാരിച്ചു സാറ്? x2നേക്കാളും കുറവാണ്. അത് അങ്ങനെ എനിക്ക് വിചാരിക്കാലോ, ഞാൻ എടുക്കണതല്ലേ.
അതിന് ഞങ്ങൾ ഇങ്ങനെ മാത്സിൽ ഇങ്ങനെ പറയാം, വിത്തൗട്ട് എനി ലോസ് ഓഫ് ജനറാലിറ്റി വി മേ അസ്യൂം ദാറ്റ് x1 ലെസ് ദാൻ x2. ക്ലിയർ ആയോ? ക്ലിയർ ആയി. നമ്മുടെ ചോയ്സ് ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഈ ക്ലോസ്ഡ് ഇന്റർവൽ x1 x2 ഈസ് എ പാർട്ട് ഓഫ് ആരുടെയാണ്? ഓപ്പൺ ഇന്റർവൽ എ ബി ആണ്. എ ബി ആണ്. ഇതുവരെ വളരെ ശരിയാണോ? വളരെ ശരിയാണോ മക്കളെ? ആ സർ ശരിയാണ്. ഓപ്പൺ ഇന്റർവെൽ എ ബി. അപ്പൊ ഒരു കാര്യം തീരുമാനമായി, ഈ എഫിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനമായില്ലേ? ആ സർ. എഫിന്റെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആരില്? ഓപ്പൺ ഇന്റർവെൽ എ ബി. അപ്പൊ അതുകൊണ്ട് ഈ ക്ലോസ് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആർ ഓൾ കണ്ടിന്യൂസ്. കണ്ടിന്യൂസ്. അപ്പോ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. അങ്ങനെ പറഞ്ഞൂടെ? ആ സർ ആ പറയാം. സർ. അപ്പോ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി, ഓൾസോ കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി. അതിന്റെ ഉള്ളിൽ ഒരു കങ്കാരുമായിട്ട് ആയിരിക്കുന്നുണ്ട്. കങ്കാരിന്റെ ഉള്ളിൽ ആരുണ്ട്? ക്ലോസ് ഇന്റർവെൽ x1 x2. ക്ലോസ് ഇന്റർവെൽ x1 x2 ഈ എഫ് കണ്ടിന്യൂസ് അല്ലേ? അതെ. ക്ലിയർ ആയോ? ആ സർ ക്ലിയർ ആയി. അതുപോലെ തന്നെ ഓപ്പൺ ഇന്റർവെൽ x1 x2 എടുക്കുകയാണെങ്കിൽ അയാൾ ഡിഫറൻഷ്യബിൾ അല്ലേ? അതെ. കാരണം മൊത്തത്തിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഇപ്പൊ ഇവിടെ ഈ ക്ലോസ് ഇന്റർവെൽ x1 x2 കണ്ടിന്യൂസും ആണ്, അതോടൊപ്പം തന്നെ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ കുറച്ച് മീൻ വാല്യൂ തിയറത്തിന്റെ കണ്ടീഷന്റെ കുറച്ച് കൂടുതലേ ഉള്ളത് എന്തിന്? as far as differentiability is concerned. സർ അല്ലേ? ആ അതെ. ഏത് ഇന്റർവെൽ എടുക്കണം സാറ്? ക്ലോസ്ഡ് ഇന്റർവെൽ x1 x2 അയാള് എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? കണ്ടിന്യൂറ്റി ഉണ്ട്, അത് കണ്ടിന്യൂസ് ആണ്, പിന്നെന്താണ്? ഡിഫറൻഷ്യബിളും ആണ്. Then there exists a c in between x1 and x2 such that f dash c equal to f of x2 very good f of x2 minus f of x1 divided by x2 minus x1. x2 minus x1. ഇതുവരെ വളരെ ശരിയാണോ? ശരിയല്ലേ? ആ സർ. ഈ സി ആരിടയ്ക്കാ കിടക്കണേ? ഇതിന്റെ ഉള്ളിൽ. x1 x2 ഇടയ്ക്ക്. അതായത് സി ആരുടെ ഇടയിലാ കിടക്കണേ? എഡിയും ബിഡിയും ഇടയ്ക്ക്. അതുകൊണ്ട് എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. That is by hypothesis. തന്നുണ്ട്. ആ മനസ്സിലായോ? ആ അപ്പൊ സർ. എഫ് ഡാഷ് സി ആരായി പോയി? 0 ആയിപ്പോയി. 0 ആയി പോയി. അപ്പൊ അതുകൊണ്ട് ഇവനൊന്നും വലിയ സ്ഥാനമില്ല, ഇവൻ ഇങ്ങോട്ട് വന്ന കത്തിപ്പോയില്ലേ. ബാക്കി എന്താ കിട്ടുക? എഫ് ഓഫ് x2 മൈനസ് f of x1 equal to 0. that is എഫ് ഓഫ് x2 ഈക്വൽ ടു എന്താ കിട്ടുന്നത്? f of x1. നമ്മള് ആർബിട്രറി ആയിട്ട് രണ്ടാളെല്ലാം എടുത്ത x1 x2. അതെ. ഇനി ഒരു x3 എടുത്താലും എന്ത് തന്നെയായിരിക്കും? x1 എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഈക്വൽ ടു എഫ് ഓഫ് x3 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കില്ലേ? കിട്ടിക്കൊണ്ടിരിക്കും. ഏത് രണ്ട് പെയർ എടുത്താലും അവിടുത്തെ ഫംഗ്ഷൻ വാല്യൂ ഒക്കെ എന്താ? ഈ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈക്വൽ ആന്ന് കിട്ടുന്നുണ്ട്. ആ കോൺസ്റ്റന്റ് നമുക്ക് സി എന്ന് വിളിക്കാം. മനസ്സിലായോ? ഓക്കെ. അപ്പോ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ഞാൻ എന്താ എടുത്തേ? എ ബിത്തെ രണ്ടാളെ എടുത്തേ. ആ സർ ക്ലിയർ ആയി. മനസ്സിലായി? ഇനി വേറെ നീ y1 y2 എടുത്തോ എ ബിയിലത്തെ, എന്തായിരിക്കും? എഫ് ഓഫ് y1 ഈക്വൽ ടു എന്തായിരിക്കും? f of y2 ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? എഫ് ആരായിട്ട് മാറി? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറി. Therefore, f is a constant function. AB. ക്ലിയർ ആയോ? Yes sir. അപ്പൊ അതുകൊണ്ട് ഇത് വന്നിട്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്റെ ഒരു മനസ്സ് എന്തോ പറയുന്നുണ്ട്. യെസ്. അപ്പൊ എന്താണ്? എഫ് ഡാഷ് എക്സ് 0 ആയാൽ f of x ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. എഫ് ഡാഷ് എക്സ് 0 ആരിലാണ്? ഒന്ന് വെടുപ്പിനൊന്നാണ്ട് പറഞ്ഞു. ഓപ്പൺ ഇന്റർവെൽ എ ബി. അതിലൊന്ന് പറഞ്ഞതാ. അതിലെ എങ്ങനെയാ വരുന്നത്? എഫ് ഡാഷ് എക്സ് 0 ആണ് എ ബിയിൽ, ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ. അപ്പൊ പ്രൂവ് ചെയ്യേണ്ടത് എഫ് കോൺസ്റ്റന്റ് ആണ് എ ബി എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാ നമ്മൾ ചെയ്യപ്പോ? 0 ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി അതെടുക്കാം. പിന്നെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് രണ്ടാളെ എടുക്കും. അറിയാം, x1നെയും x2നെയും ആർബിട്രറി ആയിട്ട് എടുക്കും. ആർബിട്രറി ആയിട്ട് എടുക്കും. നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശം എന്താ? x1ലും
x2ലും ഫംഗ്ഷന് ഒരേ വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എന്തെന്ന് സി ആണ്, എല്ലാം കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് വൺ എഫ് ഈക്വൽ ആണ്. ടു എഫ് ഓഫ് എക്സ് ടു എന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ കോൺസ്റ്റന്റ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ആ സർ. ആ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്താ, ഈ എ ബിയുടെ ഉള്ളിലാണ് ആയിരിക്കുക എക്സ് വണ്ണും എക്സ് ടു ഉണ്ടാവുക. അപ്പൊ അത് ക്ലോസ്ഡ് ആയാലും ഓപ്പൺ ആയാലും ആരുടെ അകത്താ തന്നെ എ ബിയുടെ അകത്ത് തന്നെ വരും. ഇനി എ ബിയിൽ ഇത് ഡിഫറൻഷ്യബിൾ ആണ് എഫ് എക്സ്. ആ സർ. അതുകൊണ്ട് അത് കണ്ടിന്യൂസും ആണ്. കണ്ടിന്യൂസും ആണ്. അതുകൊണ്ട് തന്നെ ക്ലോസ് ഇന്റർവൽ എക്സ് വൺ എക്സ് ടുലും കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസും ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പൊ ആർക്ക് സമാധാനമായി? ഏത് തിയറത്തിനുള്ളതായി? മീൻ വാല്യൂ തിയറം. ആ മീൻ വാല്യൂ തിയറം ഉപയോഗിക്കുന്ന ഇന്റർവെൽ ഏതായിട്ട് മാറി? ക്ലോസ് ഇന്റർവൽ എക്സ് വൺ എക്സ് ടു ആയി. ആ ഉടനടി നമ്മൾ പറയും എക്സ് വൺ എക്സ് ടുവിന് ഇടയിൽ ഒരു സി ഉണ്ട് അല്ലേ? ആ സർ. ഈ സി അല്ല ഈ സി കോൺസ്റ്റന്റ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു വെച്ചതാണ്. There is a c in between x1 and x2 such that f dash c equal to f of x2 minus f of x1 divided by x2 minus x1. പക്ഷെ നമുക്കറിയാം എഫ് ഡാഷ് എക്സ് ത്രൂ ഔട്ട് അവിടെ മൊത്തം പോയി കിടക്കുക എത്രയാ? ആ സർ, സീറോ ആണ്. അപ്പൊ എഫ് ഡാഷ് സി എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഡിനോമിനേറ്റർ അങ്ങോട്ട് കൊണ്ടുപോകും. f of x2 minus f of x1 equal to 0. Therefore f of x2 equal to f of x1. that is ഏതൊരു പെയർ x1 x2 എടുത്താലും അതിന്റെ ഫംഗ്ഷൻ വാല്യൂ സെയിം ആണ് അല്ലേ? സെയിം ആയിട്ട് വരും. ആ സർ. അതിന്റെ അർത്ഥം എന്താ? f reduces to a കോൺസ്റ്റന്റ് വാല്യൂ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ? ആ സർ. fx is constant on ഏത് ഇന്റർവെല്ല? എ ബി. ഓപ്പൺ ഇന്റർവെൽ. പരീക്ഷയ്ക്ക് എഴുതും. ആ സർ. എഴുതും. ഇനി ഇതിന്റെ ഒരു കൊറോളറി വരുന്നുണ്ട്. കൊറോളറി എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ if f dash x equal to g dash x, f dash x equal to g dash x for all x in an on അല്ലാതെ ഓപ്പൺ ഇന്റർവെൽ f dash x ഉം g dash x ഉം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത് വെച്ചാല് എഫും ജിയും തമ്മിൽ ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. എഫ് എക്സ് ഈക്വൽ ടു ജി എക്സ് പ്ലസ് സി എന്ന് പ്രൂവ് ചെയ്യണം പിള്ളേരെ. പിള്ളേരെ ആ അത് നമുക്ക് ഇതിന്ന് ഇങ്ങോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്. നോക്കി മക്കള് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് എക്സ് സിയുടെ ഡെറിവേറ്റീവ് പോയില്ലേ? അപ്പൊ ഈ പക്ഷെ നമുക്ക് തിരിച്ചാ വരണ്ടേ, ഇതിന്ന് ഇങ്ങോട്ട് വരണം. കിട്ടിയ മക്കളെ? ഓക്കെ സർ. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മള് ഈ എഫ് എക്സും ജി എക്സും നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിന് ഞാൻ ഒരു എച്ച് എക്സ് ഫോം ചെയ്തു. എഫ് എക്സ് മൈനസ് ജി എക്സ് എച്ച് എക്സിനെ ഫോം ചെയ്തത് എങ്ങനെയായിട്ടാ? എഫ് എക്സ് മൈനസ് ജി എക്സ്. എഫ് എക്സ് മൈനസ് ജി എക്സ് ആയിട്ട് എടുക്കണം. ഓൾറെഡി നമുക്ക് what is h dash x? f dash x minus എന്ത് എടുക്കും അല്ലേ? g dash x. But given that f dash x equal to g dash x. therefore f dash x minus g dash x എന്ത് കിട്ടി? സീറോ വരും. സീറോ എന്ന് കിട്ടി. ക്ലിയർ ആയോ? ആ സർ. ഓൺ ആരിലാണ്? ഓപ്പൺ ഇന്റർവെൽ എ ബി. ഓപ്പൺ ഇന്റർവെൽ. അപ്പൊ h dash x ഒരു വഴി കൂടെ പോണ ആളെ നമ്മൾ വിളിച്ചിരുത്തിയതാണ്. അവൻ എന്തായി കിട്ടി? സീറോ ആയി. സീറോ ആയിട്ട്. നേരത്തെ തീരം എന്താ പറയണേ? എഫ് ഡാഷ് എക്സ് സീറോ ആണെങ്കിൽ തൊട്ട് മുന്നത്തെ തീരം കോൺസ്റ്റന്റ്. എഫ് ഓഫ് എക്സ് റെഡ്യൂസസ് ടു എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇവിടെ ആരാണ് സീറോ? എച്ച് ഡാഷ് എക്സ് ആണ്. എച്ച് ഡാഷ് എക്സ് ഈസ് സീറോ. therefore hx reduces to a constant function. Constant function. But what is hx? fx minus fx minus gx ആണ്. gx. Therefore fx equal to I. gx ആയി. Right? fx minus gx equal to c. fx equal to gx plus c ആയി. c ആയി. പരിപാടി കഴിഞ്ഞില്ലേ? ആ സർ. ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? fx equal to gx plus c എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അതെ സർ. അപ്പൊ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആയാൽ ഫങ്ഷൻസ് തമ്മിൽ എന്തിലും വ്യത്യാസമേ ഉള്ളൂ? ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അച്ചാമ SLCക്ക് ഒരു മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞ പോലെ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് എക്സ് ആയാൽ എഫ് എക്സും ജി എക്സും തമ്മിലുള്ള എന്തിന്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ? ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കോൺസ്റ്റന്റിന്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അടുത്തൊരു ചോദ്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറഞ്ഞിരുന്നതാണ്. അതിതാണ് എഫ് എക്സ് ഈക്വൽ ടു
x cube plus x plus 1, x cube plus x plus 1 has exactly 1 0 in the interval -2 to 0. മക്കളെ, sir. -2 to 0 ഇയാൾക്ക് ഒരേ ഒരു റൂട്ടേ ഉള്ളൂ, എക്സാക്ട്ലി 1. Sir. എക്സാക്ട്ലി 1 0 in the interval -2 to 0. പിള്ളേരെ മനസ്സിലായത് എത്ര ഡിഗ്രി? 0 എന്ന് പറഞ്ഞാൽ എന്താ? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ അങ്ങനെ 0 ആവും. Sir. Okay, the whole x minus 1 into x minus 2 equal to 0. ഇതിന്റെ സീറോസ് ആരൊക്കെയാ പിള്ളേരെ? 1 ഉം 2 ഉം. 1 2 1. അപ്പോ ഏത് വാല്യൂ കൊടുക്കുമ്പോ ഫംഗ്ഷൻ 0 ആവണു, അതിനെയാണ് 0 ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറയാ. ഓക്കെ, Sir. ഇതില് -2നും 0നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ മാത്രമേ ഇത് 0 ആവുള്ളൂ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Sir. ഇതിന് നമുക്ക് അറിയാവുന്ന കാര്യം എന്താ വെച്ചാല്, ഇയാളൊരു ക്യൂബിക് അല്ലേ? അതെ. ക്വാഡ്രാറ്റിക്കിന് തന്നെ 2 ഉണ്ട് അല്ലേ? ക്വാഡ്രാറ്റിക്കിന് തന്നെ 2 ഉണ്ട്. 2 വരാം. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാ അല്ലേ? മനസ്സിലാവും. ചിലപ്പോ രണ്ടും ഈക്വൽ ആയിട്ടൊക്കെ പോവാം. x - 1 into x - 1 equal to 0 എന്നാൽ x equal to 1 1 അല്ലേ? അപ്പൊ എനിവേ മാക്സിമം എത്ര എണ്ണം വരും? 3 എണ്ണം വരും ഇതില്. ഇവിടെ 3 സീറോസ് വരാം. കിട്ടുന്നുണ്ടോ കുട്ടികളെ? നമ്മളോട് നമുക്ക് ആവശ്യപ്പെട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതില് ഒരാള് നിശ്ചയമായിട്ട് ഒരാൾ ഇതിന്റെ ഉള്ളിൽ പ്രൂവ് ചെയ്യണം. മൂവർ സംഘം ഉണ്ട്, അതില് ഒരെണ്ണം ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. കിട്ടിയോ കുട്ടികൾക്ക്? കിട്ടി. അതിന് നമ്മൾ ആ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറി ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഉണ്ടോന്നൊന്ന് നോക്കിയാലോ നമുക്ക്? നോക്കാം. അത് ആ ഒരു ടെർമിനൽ എടുത്തിട്ട് അതിന്റെ 2 സൈഡും എൻഡ് നോക്കിയിട്ട് നമ്മൾ കൂട്ടിമുട്ടിക്കാനൊക്കെ പറഞ്ഞില്ലേ സാർ? ഓർക്കണ്ട? f of -2 എന്ന് കണ്ടു നോക്കിയപ്പോൾ f of -2 എത്രയാ? -2 -8 -2 plus 1. Is it -9? -9. What is f of 0? 1 ആയിരിക്കും. 1 ആണ്. അപ്പൊ ഇതിൽ നെഗറ്റീവും ഇതെന്താ? പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവൻ ഹൈവേ ക്രോസ് ചെയ്യണ്ടേ? ക്രോസ് ചെയ്യണം. -2 ഫംഗ്ഷൻ വാല്യൂ നെഗറ്റീവ് ആ വരുന്നേ. 0 എത്രയാ വരുന്നേ? 1 ആണ് വരുന്നത് അല്ലേ കുട്ടിയെ? അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അവൻ ഇവിടെ കട്ടാവില്ലേ? ക്രോസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് കിട്ടി. ഒരു സൊല്യൂഷൻ ആരുടെ ഇടയിലുണ്ട്? ഈ -2ക്കും 0ന്റെ ഇടയ്ക്കുണ്ട്. ഇടയ്ക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഉറപ്പായി. പക്ഷെ നമുക്ക് ഇനി പറയേണ്ടത് എന്താ? ഇനി ബാക്കി 2 സൊല്യൂഷനും കൂടി ഉണ്ട്. ഒറ്റൊരെണ്ണുള്ളൂ. അത് ഒരെണ്ണേ ഉള്ളൂ. അതായത് ഇവിടെ സാധാരണ ക്യൂബിക്കൊക്കെ വരുമ്പോ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 സൊല്യൂഷൻ ചിലപ്പോ കോംപ്ലക്സ് ആയിട്ട് പോകും പിള്ളേരെ. കോംപ്ലക്സിന്റെ പ്രത്യേകത അവർ പെയർ ആയിട്ടേ വരുള്ളൂ. ഇമാജിനറി റൂട്ട്. ഇമാജിനറി റൂട്ട് a+ib വന്നാൽ അതിന്റെ കൂടെ ആരുണ്ടാവും? a-ib ഉണ്ടാവും. ചില ക്യാമ്പസുകളിൽ പിള്ളേർ ഇങ്ങനെ നടക്കണ്ടില്ലേ കോൺജുഗേറ്റ് പെയർസ്? തമാശ പറയാനുള്ളതല്ല പോലെയാണ് അത്. പക്ഷെ നമുക്ക് ഇവിടെ പറയണത് എന്താ? ഒരാള് ഉണ്ടാവുള്ളൂ എന്ന് പറയണം. ഓക്കെ. അപ്പൊ അതിനുള്ള പണിയാണ് നമുക്ക് അടുത്തത് വേണ്ടത് അല്ലേ? അതെ അതെ. അപ്പൊ അതിന് നമ്മൾ വിചാരിക്കുക, നമ്മൾ പെട്ടെന്ന് മറ്റേ നകുലിനോട് ചോദിക്കില്ലേ, എന്ത് നമുക്ക് എന്താ അപ്പൊ ഒന്നി കൂടുതലുണ്ടായ എന്താ കുഴപ്പം? ഏത്? that f has at least 2 distinct zeros x1 x2. ഈ x1 x2 രണ്ടെണ്ണെന്ന് വിചാരിക്കുക. എങ്ങ പോണ്ടെന്ന് പറയണ പരിപാടി ഉണ്ടല്ലോ. വിത്തൗട്ട് എനി ലോസ് ഓഫ് ജനറാലിറ്റി x1 ലെസ് ദാൻ x2 ഒക്കെ ആയിട്ട് എടുക്കാലോ, കുഴപ്പമില്ലല്ലോ. സച്ച് ദാറ്റ് എന്തായിരിക്കണം? ഈ x1ലും x2ലും ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി മക്കൾ നോക്കിയ ഒരു കാര്യം കാണാം. ഈ x1 x2 എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. അപ്പൊ ഇന്റർവെൽ എടുക്കുക x1 x2. ഇത് പാവം പോളിനോമിയൽ അല്ലേ? പാവം പോളിനോമിയൽ എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂലോ? പറ്റും. അപ്പൊ അതുകൊണ്ട് ആൻഡ് എൻഡ് പോയിന്റ്സിൽ ഫംഗ്ഷൻ ഈക്വൽ ആവുമല്ലേ?
റോൾസ് തിയറം. അപ്പൊ കണ്ടിന്യൂറ്റി യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലോസിൽ കണ്ടിന്യൂസും ആണ്, ഇത് ഓപ്പൺ ആണ്. പിന്നെ എൻ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെയിം വാല്യൂ വരുന്നുണ്ട്. സെയിം വാല്യൂ വരുന്നത്. Therefore there is a c in between a and b, like x1 and x2. Okay, c in between x1 and x2 such that f dash c equal to എന്തായിട്ട് 0 ആയിരിക്കും. f dash c equal to 0 ആയിട്ട് അല്ലേ? സർ. പക്ഷെ മക്കൾ ഇവിടെ f dash x 3x² + 1 വരും. 3x² + 1 അല്ലേ? 3x² ഉണ്ട്. 3x² ഉണ്ട്, സോറി, 3x² + 1. 3x + 1 വന്ന കുഴപ്പമില്ല. അതെ, 3x² + 1 ആണ് അവിടുത്തെ താരം, f dash x അല്ലേ? നമ്മൾ പറഞ്ഞേക്കുന്നത് f dash c 0 ആവും എന്നല്ലേ പറഞ്ഞേക്കണേ റോൾസ് തിയറി ഉപയോഗിച്ചിട്ട്. അതെ. പക്ഷെ ഇവിടെ നോക്കിയേ, f dash x 3x² + 1 എപ്പോഴെങ്കിലും 0 ആവോ? ആവില്ല. ആവോ? ആവില്ല. കാരണം x² എപ്പോഴും പോസിറ്റീവ് ആണ് അല്ലേ? അതെ. 3 × പോസിറ്റീവ് നമ്പർ പോസിറ്റീവ്, ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അതിന്റെ കൂടെ ഒരു 1 കൂടി കൂട്ടി, പിന്നെ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. നെവർ ഈക്വൽസ് 0. നെവർ ഈക്വൽ 0. ക്ലിയർ ആയോ? സർ. അപ്പൊ നമ്മള് റോൾസ് തിയറത്തിനെതിരായില്ലേ? അതെ അതെ, റോൾസ് തിയറം എന്താ പറയണ? ഗ്യാരണ്ടി പറയണ്ട എന്താ? ഈ 2 കണ്ടീഷൻ ഉണ്ട്, 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്താവണം? f dash c 0 ആവണം. അതാവുണ്ടോ? ആവണില്ല. കാരണം f dash x ഗ്രേറ്റർ ദാൻ 0 ഓൾവേസ്. കാരണം ക്യാമറ പോയി. ക്യാമറ പോയി. ശ്രദ്ധിക്കുന്നുണ്ട്. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞ? അശ്വതിയാണോ പറഞ്ഞ ക്യാമറ പോയി? ഇന്ദു തന്നെ പറഞ്ഞല്ലേ? അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ എന്താ ആവണായിരുന്നു? ആവണായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അസംഷൻ റോങ് അല്ലേ? തെറ്റാണ്. ഗംഗ പോണ്ട അല്ലേ? x1 x2 അങ്ങനെ 2 പേരൊന്നും അങ്ങനെയൊന്നും ഇല്ല. ആര് മാത്രമേ ഒരാളേ ഉള്ളൂ. വിച്ച് ഈസ് ദ കൺക്ലൂഷൻ. ഓക്കെ, ഇനി ഏതാ മക്കൾ പറഞ്ഞു വെച്ചത്? ഏതോ ഒരെണ്ണത്തിന്റെ കാര്യം കൂടി പറഞ്ഞില്ലേ? ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റ് ലിമിറ്റും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അല്ലേ? അതില് മോള് ഏതാ ഒരു സ്പെസിഫിക് ആയിട്ട് നിന്റെ ലെവൽ ഒന്ന് പറഞ്ഞു എനിക്കൊന്ന് കേൾക്കാനാ. എന്നുവെച്ചാല് പ്രിസൈസ് ഡെഫിനിഷൻ ആണോ പറയേണ്ടത്? പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് തിയറം. ഒരു മിനിറ്റ്. പ്രിസൈസ് ഡെഫിനിഷൻ പറയൂമോളെ, ഏതാണ്? ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ f of x equal to -∞ എന്നുള്ളതാണോ പറയേണ്ടത്? അല്ല, ഞാൻ പറയണത് കേൾക്കൂ. ഇഫ് എഫ് ഫംഗ്ഷൻ there exists ഇല്ലെന്ന് നമുക്ക് പ്രിസൈസ് ഡെഫിനിഷൻസ് ആണ് സാറ് പറഞ്ഞു പോകുന്നത്. വി സേ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു a f of x equal to ∞ എന്ന് പറയണമെങ്കിൽ കുട്ടി, this is the precise definition of infinite limit. ശ്രദ്ധിക്കുന്നുണ്ട്? f ഒരു ഫംഗ്ഷൻ ആണ്, ഡിഫൈൻഡ് ആൻ ഓപ്പൺ ഇന്റർവൽ കണ്ടെയ്നിങ് a. നമുക്കറിയാം നമുക്ക് എവിടേക്കാ പോണ്ടേ? എയിലേക്കല്ലേ പോണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു നൈബർഹുഡ് പരിഗണിക്കും. ആരുടെ? അതിന് നമ്മളൊരു ഓപ്പൺ ഒരു നൈബർഹുഡ് ആണ് പരിഗണിക്കുക. എയുടെ ലെഫ്റ്റും നോക്കണം, റൈറ്റും നോക്കണം. അപ്പോ ഡിഫൈൻഡ് ആൻ ഓപ്പൺ ഇന്റർവൽ കണ്ടെയ്നിങ് a ആയിരിക്കണം. എന്നാലേ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമുള്ളൂ. എന്ത് ലിമിറ്റ് ഒക്കെ കാണണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും. അപ്പോ എയുടെ വലതുവശത്തേക്കും കുറച്ച് അനങ്ങാൻ പറ്റണം, എയുടെ ഇടതുവശത്തേക്കും കുറച്ച് മൂവ് ആവാൻ പറ്റും. അപ്പൊ എക്സ് ഇവിടെ കിടന്നാണ് ഓടി കളിക്കുക. ആരുടെ പിന്നെ അയൽപ്പക്കത്താ കിടന്ന് ഓടുക? കൊച്ചുകുട്ടികൾ വീടിനകത്ത് കിടന്ന് ഓടില്ലേ എന്ന് പറഞ്ഞ പോലെ. റൈറ്റ്?
sir. എന്നിട്ട് വി റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ there exists a positive number m, however large. പിള്ളേരെ, Sir. if for every number m greater than, however large എന്ന് പറയണ്ട, for every m greater than 0, we can find a delta, അത് കുഞ്ഞു നമ്പർ ആയിരിക്കണം കേട്ടോ, delta greater than 0, such that for all x satisfied 0 less than mod x minus a less than delta, then or implies f of x greater than m. ഇതാണ് പ്രിസൈസ് ഡെഫിനിഷൻ. ഇതിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ അത് ഡെഫിനിഷൻ കിട്ടാത്തത് കൊണ്ടാണോ കയ്യില്? ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കുട്ടി? സർ എമ്മും എന്നും ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട്. പറയാം. ഇത് എം എന്ന് പറഞ്ഞില്ലേ നമ്മള്? ഇതിന്റെ ഡെഫിനിഷൻ കിട്ടിയോ? സർ കിട്ടി. എന്ന് വെച്ചാൽ നമ്മള് എക്സ് എയിലേക്ക് അടുക്കും തോറും എഫ് എക്സ് ഇമ്മിണി വലിയ ആളാവണം. ഓക്കെ മനസ്സിലായി. എം ആരെ കൊടുത്താലും, എം എനിക്ക് 1 കൊടുത്താൽ 1നേക്കാൾ വലുതാവണം, 100 കൊടുത്താൽ 100നേക്കാൾ വലുതായിരിക്കണം, 1,00,000 കൊടുത്താൽ 1,00,000 വലുതായിരിക്കണം. നമ്മൾ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അതുക്കും മേലെ ഇരിക്കണം. മേലെ എഫ് എക്സ് പോകുമ്പോഴാണ് എഫ് എക്സിന്റെ ലിമിറ്റ് എന്തെന്ന് വിളിക്കുന്നേ? ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇത് ഞാൻ അന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് മോളെ. സർ ഇത് പിടി കിട്ടിയിട്ടുണ്ടോ ഇപ്പോ പിള്ളേർ? ഓഡിയൻസ് പക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പ്രിസൈസ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻ തന്നെ കൊടുക്കണം. ഇത് ഫോട്ടോ എടുത്ത് അയക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ പുസ്തകം? കയ്യിലുണ്ട്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണോ മോൾ ഉദ്ദേശിച്ചേ? സർ ഇനി മൈനസ് ഇൻഫിനിറ്റി വരുമ്പോ ഒന്നും കൂടി ഒരു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a fx ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി വരണമെങ്കിൽ ഇവിടെ നേരത്തെ m ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ പറഞ്ഞേ? ഹലോ, അതിന് പകരം നമുക്കൊരു n എടുക്കണം. അത് എത്രമാത്രം പാതാളത്തിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ എവിടേക്ക് പോണ്ടേ? ഹലോ, താഴേക്കാ പോണ്ടത്. ആ n എന്ന് പറയുന്നത് ചെറുതാവുന്നതിന് ഒരു പരിധിയില്ല. m എന്ന് പറയുന്നത് നേരത്തെ വലുതാവുന്നതിനും പരിധിയില്ല. m വലുതാവുന്നതിനും പരിധിയില്ല. ഇവിടെ n ചെറുതാവുന്നതിനും പരിധിയില്ലാണ്ട് തന്നെ പോവും. അപ്പൊ എന്താ വരിക? ഡെൽറ്റ ഈ വക പരിപാടികൾ ഇങ്ങനെ തന്നെ പറയും. എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം കുട്ടി? ലെസ് ദാൻ n ആയിരിക്കണം. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ n ആയിരിക്കണം. എന്താ കുഴപ്പം? ഈ m എന്നായിരുന്നു പ്രശ്നം. എന്നായിരുന്നു പ്രശ്നം. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി വരുമ്പോ ഈ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞതിന്റെ ഒരു സാങ്കേതികത്വം മനസ്സിലായി എന്നാ ഞാൻ വിചാരിക്കണേ. കാരണം മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അവൻ വണ്ടി ഓടുന്നത് മുഴുവൻ നെഗറ്റീവ് കൂടെ അല്ലേ മോളെ? ഫുൾ നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ വരുമ്പോ y ആക്സിസ് ആണല്ലോ ഫംഗ്ഷന്റെ വാല്യൂ. അപ്പൊ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഈ ചങ്ങാതി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക, റൈറ്റ്? അനന്തായിട്ട് പറയുമ്പോളെ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം എന്താ ചെയ്യണേ? അപ്പൊ ഞാനിവിടെ ഒരു എമ്മിട്ട് കൊടുത്തു, ഇവൻ അപ്പൊ അതിന്റെ മുകളിൽ കയറി, അടുത്ത എമ്മിട്ട് കൊടുത്തു, അവൻ അതിന്റെ മുകളിൽ കയറി. അതാണ് എന്ത് ഇൻഫിനിറ്റി? പ്ലസ് ഇൻഫിനിറ്റി. ഇനി വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങാതി ഇങ്ങനെ പോകുന്ന ഫംഗ്ഷൻ ആണ്. മനസ്സിലായി? ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, അവൻ പോകുമ്പോ ഞാൻ ഒരു തടയിട്ട് അവൻ നിർത്താൻ നോക്കുമ്പോ അവൻ ഇതും താഴെ പോണത്. ഞാൻ ഇവിടെ ഒരു പലയെ വെച്ചു, അവൻ അതിന്റെ താഴേക്ക് പോയി. ക്ലിയർ ആയോ പിള്ളേരെ? ഈ പറയുകയാണ് ഈ എന്നെ. മനസ്സിലായ? മനസ്സിലായി. ക്ലിയർ ആയി. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിലത്തെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ഉണ്ട് ഇതുപോലെ തന്നെ, അത് പറയേണ്ടി വരുമോ? ഇതെന്തായിരുന്നു? ഇൻഫിനിറ്റ് ലിമിറ്റ്സ് ആണ്. ഇതെന്തായിരുന്നു? ഇൻഫിനിറ്റ് ലിമിറ്റ്സിനെ പറ്റി ഇപ്പൊ പറഞ്ഞു.
എമ്മും എന്നായിരുന്നു ഡൗട്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മൾ ഇത്ര വിചാരിച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? എവിടേക്ക് താഴെ പോകുമ്പോ നെഗറ്റീവ്, റൈറ്റ്. മുകളിലേക്ക് പോകുമ്പോ sir. പോസിറ്റീവ്. ആ എമ്മും എന്നെ Plus, അങ്ങനെ sir. ചൂസ് ചെയ്താൽ മതി കേട്ടാ. ഇനി പിള്ളേര് നാളെ വേണ്ടി വരുമോ? എന്താ ചെയ്യേണ്ട സാറ്? സാർ ഒരു മിനിറ്റ്, ഒരു പ്രോബ്ലം ഡൗട്ട് ഏതാ ഉണ്ട്. പറയും. നമ്മുടെ ഹെവി സൈഡ് ഫംഗ്ഷൻ ഇല്ലേ, അതേതാ? അത് ഹെവി ഏതാ? ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ ഒക്കെ അല്ല, ഡെറിവേറ്റീവിന്റെ തുടക്കം, ഡെറിവേറ്റീവ് ചാപ്റ്റർ 2 ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവിന്റെ ചാപ്റ്ററില് ആ അതിൽ ഹെവി സൈഡ് ഫംഗ്ഷൻ സീറോയില് ഡിസ്കണ്ടിന്യൂസ് ആണ്, സീറോയില് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കണം. നമ്മളതൊന്നും ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ടെന്നാണ് ഓർമ്മ. എക്സാമ്പിൾ 5 എന്ന് തോന്നുന്നു, ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എക്സിസ്റ്റൻസ് എക്സാമ്പിൾ പേജ് നമ്പർ ഓർക്കണ്ടോ? ആണോ? ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാനന്ന് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാം കൂടി തലയിൽ വരുമ്പോ സാറിന് ഓർമ്മയില്ലാത്ത എന്താണ്? ഡെറിവേറ്റീവിലാണോ വരണേ ആ മോനെ? സർ, അതെ അതെ. ഡെറിവേറ്റീവ് ഡെറിവേറ്റീവില് ഏത് റിസൾട്ട് ചെയ്തതിന്റെ അടുത്താണത്? ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഒക്കെ പറഞ്ഞോടത്താണോ? അതില് മുന്ന് മോഡ് എക്സ് പറഞ്ഞു. പേജ് 147. 147. Yes. Heavy side function h of t equal to 0 when t less than 0, 1 if t greater than or equal to 0, which is discontinuous at 0, is not differentiable at 0. ആ സർ, അതിലെന്താ സംശയം മോനെ? പറഞ്ഞേ. അതിലെ ഇത് ഇവിടെ ലിമിറ്റ് 0/0 ഇൻഫിനിറ്റി വരുന്നോണ്ടല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയണേ. നമുക്ക് ഇവിടെ ഫംഗ്ഷന്റെ നേച്ചർ അനുസരിച്ചിട്ട് ഹെവി സൈഡ് ഫംഗ്ഷൻ 0 if t less than 0, 1 t greater than or equal to. t നെഗറ്റീവ് ആവുമ്പോ അതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇതിൽ കൂടെ വരും, എക്സ് ആക്സിസിൽ എടുക്കുകയും മനസ്സിലാക്കുന്നേ. ആ സർ. എവിടെ വരെ? 0 എത്തുന്ന വരെ. 0 ഇൻക്ലൂഡഡ് അല്ല ഇവിടെ വരെ. മനസ്സിലായോ? ആ സർ, മനസ്സിലായി. ഇനി 0 to ഇൻഫിനിറ്റി ആണ് അടുത്തത് വരെ. t greater than or equal to 0 അല്ലേ? ആ സർ, അതെ. അവിടെ വരുമ്പോ h of t 1 ആണ്. ഒരു യൂണിറ്റ് ചാട്ടം ഇവിടെ ചാട്ടം 1 ആണ് ഈ ഫംഗ്ഷൻ. ഇതാണ് h of t യുടെ നേച്ചർ. മനസ്സിലായപ്പോ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇവിടെ വരെ 0 വരെ, മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെ അയാളുടെ ഫംഗ്ഷൻ വാല്യൂ എത്ര വരുന്നത്? h of t എത്രയാ? 0 ആണ്. പിന്നെയോ 0 to ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഇന്റർവൽ 0 to ഇൻഫിനിറ്റി, അത് h of t എത്രയാ വരുന്നത്? 1 ആണ് വരുന്നത്. ഇനി പറയും വിച്ച് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് 0. അത് കാരണം എന്താ? 0 ഡിസ്കണ്ടിന്യൂസ് വരാൻ കാരണം എന്താ മോനെ? ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോ വാല്യൂ എത്രയാ വരുന്നേ? 0 ആണ്. അത് 0ന്റെ ലെഫ്റ്റ് കിട്ടിയോ? ആ സർ. t tends to 0 minus h of t അല്ലെ? ഈക്വൽ ടു 0 അല്ലേ എവിടെയാ? ഹലോ, ഇവിടെ LHL പക്ഷെ ചെയ്യുമ്പോ 0/h t tends to 0 plus h of t equal to 1 ആണ്. അപ്പൊ അതുകൊണ്ട് 0 ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഹലോ, ആ സർ, അതെ അതെ. ഡിസ്കണ്ടിന്യൂറ്റിയെ കുറിച്ചുള്ള തീരുമാനമായില്ലേ? ആ സർ. ഇനി അടുത്ത് എന്താ പറയേണ്ടത്? ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0. ഡിഫറൻഷ്യബിൾ അറ്റ് 0 എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം h dash of 0 ആണ് കാണേണ്ടത് ശരിക്കും, അല്ലെ കുട്ടി? അതെ സർ. h dash of 0 ബൈ ഡെഫിനിഷൻ എന്താ? ലിമിറ്റ് സ്മോൾ h ടെൻസ് ടു 0, h of 0 plus h minus h of 0 divided by h ആണ്, അല്ലെ കുട്ടി? ആ സർ, അല്ലെ? അതെ.
ഇനി ഇത് ഡിഫറൻഷ്യബിൾ അല്ലെന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഇവിടെ രണ്ട് വാല്യൂ വരുന്നുണ്ട് ഇതിന് എച്ചിന് ഇല്ലേ? നോക്കാം, ഈ എച്ച് സീറോയിലേക്കല്ലേ പോണേ ഇവിടെ, എച്ച് സീറോയിലേക്കല്ലേ ആ, പോണേ. ആ, ആ. ആ എച്ച് സീറോന്റെ പരിസരത്ത് കൂടി നടക്കാലോ എച്ചിന്. ആ സർ, എച്ചിന് സീറോന്റെ ലെഫ്റ്റിലും പോവാം റൈറ്റിലോട്ടും പോവാം. റൈറ്റിലോട്ടും പോവാം. അപ്പൊ ഇവിടെ നമുക്ക് ആ മോഡെക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഓടുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് ആദ്യം നോക്കേണ്ടത്. ആ സർ, കിട്ടുന്നുണ്ടോ നിനക്ക്? ആ സർ. ആ, അപ്പൊ അതിന്റെ വാല്യൂ നോക്കിയേ, ലെഫ്റ്റ് സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ലെഫ്റ്റ് സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ സീറോ വരും. നോക്കണം കേട്ടോ, നോക്കണം. എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എച്ചിന്റെ വാല്യൂ നമ്മൾ എത്ര കൊടുത്തു? ഫോർ എക്സാമ്പിൾ ഒരു -1 കൊടുത്തു നീ വേണമെങ്കിൽ, അല്ലെങ്കിൽ -0.1. എച്ചിന്റെ വാല്യൂ എന്ത് കൊടുത്തു? -0.1. -0.1. അപ്പൊ 0 പ്ലസ് -0.1 എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് -0.1 അല്ലെ? ആ സർ. മൈനസ് ആവുമ്പോ വാല്യൂ എത്രയാണ്? 0. എച്ച് ഓഫ് -0.1 0 ആണ്. അപ്പൊ 0 മൈനസ് എച്ച് ഓഫ് 0 എത്രയാ? എച്ച് ഓഫ് 0 ഇതിൽ ഡിഫൈൻഡ് ആണ്. 1 ആണോ? പറയുന്നത് എച്ച് ഓഫ് 0 എത്രയും 1 അല്ലേ? 1 അല്ലേ? ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് വരിക അല്ലേ കുട്ടാ? ആ സർ, അങ്ങനെയാണ് അല്ലേ? ക്യാൻ യു ഫോളോ? എഴുതിയിരിക്കുന്നത് വേറെ രീതിയിലാന്ന് തോന്നുന്നു. എഴുതിയതിന്റെ ഞാൻ പറയാം. യെസ്, ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് എന്ത് കൊടുക്കണം? h tends to 0. 0 മൈനസ്. ആ. ക്ലിയർ ആയോ? അപ്പൊ -1/h എന്ന് കിട്ടില്ലേ മോനെ? ആ സർ. -1/h എന്ന് കിട്ടും. എച്ച് ആരിലേക്ക് അടുക്കണം? സീറോയിലേക്ക് അടുക്കണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആയാലും സീറോയിലേക്ക് അടുക്കണ്ടേ? ആ സർ. അപ്പൊ എനിവേ സീറോയിലേക്ക് അടുക്കുമ്പോ എച്ച് നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ് ആണ്. അപ്പൊ ശരിക്കും 1/hന്റെ ഫീലാ വരിക, എച്ച് പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട്. അവിടെ നിൽക്കട്ടെ. എച്ച് സീറോയിലേക്ക് എടുക്കുമ്പോ ഡിനോമിനേറ്റർ സീറോയിലേക്ക് വന്ന വാല്യൂ ഡിഫൈൻഡ് ആവൂ? ഇല്ല സർ. ഇതിന്റെ വാല്യൂ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുക. ആ സർ. അതായത് ഡസ് നോട്ട് എക്സിസ്റ്റ്. ക്യാൻ യു ഫോളോ? ആ സർ. അപ്പോ എച്ച് ഡാഷ് ഓഫ് 0 നമുക്കിവിടെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കണേ. അതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എച്ച് ഡാഷ് ഓഫ് 0 കാണാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ എന്താ? ലെഫ്റ്റ് ഉണ്ടാവും. ഇനി എന്തും കൂടി കാണണം? റൈറ്റിൽ നോക്കാം. റൈറ്റും കൂടി നോക്കണം. റൈറ്റ് നോക്കുമ്പോ എന്താ ഉണ്ടാവുക? റൈറ്റ് നോക്കുമ്പോ പ്ലസ് ആണ് ഇവിടെ വരിക. കൂട്ടാ ശ്രദ്ധിക്കാം. ആ സർ. പിന്നെന്താ വരിക? ഇവിടെയും 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇന്റർവെല്ലിലാണ് വരിക. റൈറ്റ്, അത് 1 അല്ലേ? ആ സർ. എച്ച് ഓഫ് 0 1 അല്ലേ? ആ. അപ്പൊ 1 - 1 0 അല്ലേ? ആ സർ. 0/h അല്ലേ? ആ സർ. ക്ലിയർ ആയോ? ആ. 0/h 0 ആണ് അല്ലേ? 0/h എന്താ മോനെ? അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യണ്ടേ? നിക്ക്, നീ 0 ഒരു വാല്യൂ മുകളിൽ 0 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ എന്തായാലും കഥയില്ലല്ലോ. 0/0 അതിലേക്ക് നമ്മൾ പോണ്ട. നമ്മൾ സാധാരണ x-1 വന്ന വെട്ടിക്കളയാറില്ലേ? ആ സർ. എന്ന് പറഞ്ഞ പോലെ മുകളിൽ എന്ത് തന്നെയാ കിട്ടി? നമുക്ക് 0 ആണ് കിട്ടി. 0/h എന്ത് തന്നെയാ? 0/h എപ്പോഴും എന്താ? 0 ആണ്. ഈ ഒരു ആസ്പെക്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ലിമിറ്റ് 0 ആയിട്ടും പറയാം. ഈ നെഗറ്റീവ് ലിമിറ്റ് എന്ത് ചെയ്യണില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവര് ഏതിനെ പറ്റി സേഫ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ? നെഗറ്റീവിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
ശ്രദ്ധിച്ചോ നീ ആ ഇതില്? സർ. ആ സർ, ആ, അപ്പോ അപ്പൊ അത് എക്സാമ്പിൾ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യണില്ലെങ്കിൽ അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണില്ല. രണ്ടും ഉണ്ടാവും, രണ്ട് എക്സിസ്റ്റ് ചെയ്യും വേണം, രണ്ട് ഈക്വൽ ആയാലേ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആ സർ. ഒന്നുകൂടി പറയാം. ഒരു ആ ലിമിറ്റ് സർ, എക്സിസ്റ്റ് പക്ഷേ ചെയ്യണമെന്ന് പറയണമെങ്കിൽ എപ്പോഴാ ഡൗട്ട് ലെഫ്റ്റ് വന്നു ലിമിറ്റും വെച്ചാലേ കേട്ടില്ല സാർ, എപ്പോഴും ഡൗട്ട് എന്ന് വെച്ചാല് നമ്മുടെ ബുക്കിൽ എഴുതിയേക്കണ മെത്തേഡാന്ന് തോന്നുന്നു. LHL കണ്ടുവരുമ്പോ 0/h വരുന്നുണ്ട്. 0/h. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. ആരെങ്കിലും ഒരാൾ കൂടി പറഞ്ഞാൽ അറിയായിരുന്നു. കേട്ടില്ല. ടെക്സ്റ്റിൽ പറഞ്ഞേക്കണതാണോ നീ പറയണേ? ആ സാർ, ടെക്സ്റ്റിൽ എഴുതിയണ മെത്തേഡാന്ന് തോന്നുന്നു. LHL ആ ഈക്വൽ ടു ചെയ്ത് വരുമ്പോ ആ 0/h ആണ് വരുന്നത്. 0/h ലിമിറ്റ് അപ്ലൈ ചെയ്യണ പോലെ. ആ 0/h എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണ പോലെ LHL വരുന്നത്. എന്നിട്ട് ആ അവര് അത് ഡസന്റ് എക്സിസ്റ്റ് എന്ന് എഴുതിയിരിക്കണേ. നിങ്ങക്ക് ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതൊന്ന് കേട്ടു നോക്കിയേ നീ. ആ സാർ. എന്താ സാധനം എന്ന് ചോദിച്ചാല്, നമ്മള് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ H0ലേക്ക് വിടുകയാണല്ലോ. ആ സാർ. H0ലേക്ക് വിടുമ്പോ H-ന്റെ പ്ലേ ഗ്രൗണ്ട് ഏതാ? H-ന്റെ ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. റൈറ്റ് സൈഡും ഉണ്ട്. 0ലേക്കാണ് H വരേണ്ടത്. ഓക്കെ, അതെ അപ്പൊ ആദ്യം H-ന്റെ നെഗറ്റീവ് സൈഡ് എടുക്കുക, ലെഫ്റ്റ് സൈഡ് എടുക്കുക, ലെഫ്റ്റ് ലിമിറ്റ് എടുത്തു. ആ സാർ. ആ ലെഫ്റ്റ് ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യണില്ല. ആ സാർ. ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് റൈറ്റ് ലിമിറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. രണ്ടും ഈക്വൽ എന്താവണം? ആവണം. ഈക്വൽ ആവണം. ഒരെണ്ണം ഇല്ലെങ്കിൽ തന്നെ പരിപാടി ഇല്ലേ. ആ സാർ. അത് മാത്രം സേഫർ സൈഡിലാണ് ഈ ടെക്സ്റ്റിൽ പോയിക്കണേ. ആ സാർ. മനസ്സിലായോ മോനെ? മനസ്സിലായി. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ. അപ്പോ എന്ത് സേഫർ സൈഡിലാണ് പോയിക്കണവര്? അപ്പൊ അങ്ങനെ ജസ്റ്റ് LHL കണ്ടു പോയാൽ മതി അല്ലേ? H'(0) ഒരു ഭാഗമാണ് കാണേണ്ടിയിരുന്നത് അവർക്ക്. സോറി, H'(0) വരുമ്പോ പ്ലസ് ഇട്ടിട്ടാ സാറ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ താരം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അതിന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്താ? നെഗറ്റീവ് ലിമിറ്റും പോസിറ്റീവ് ലിമിറ്റും കാണും. അതിൽ ഇനി നമ്മൾ എന്ത് കാണും? ലിമിറ്റ് LHL കാണും. മൈനസ് H(0) പ്ലസ് H മൈനസ് H(0) ഡിവൈഡഡ് ബൈ H കാണും. കിട്ടുന്നുണ്ടോ? ആ സാർ. ഇവിടെ H നെഗറ്റീവ് ആയതുകൊണ്ട് ഈ നമ്പർ നെഗറ്റീവ് നമ്പറാണ്. 0 പ്ലസ് H എന്ന് പറഞ്ഞാൽ H ആണല്ലോ. ആ സാർ. അപ്പോ ഈ സ്മോൾ h നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നെഗറ്റീവ് നമ്പറിന് ഫംഗ്ഷൻ വാല്യൂ എത്രയാ വരുന്നത്? 0 ആണ്. മൈനസ് H(0) 1 ആണ്. ആ സാർ. ഡിവൈഡഡ് ബൈ H ആണ്. ആസ് H ടെൻസ് ടു എന്താ വരുന്നത്? 0 മൈനസ്. ഇത് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് പറഞ്ഞേ നീ. ഇല്ല സാർ, എക്സിസ്റ്റ് ചെയ്യില്ല. ദിസ് വാല്യൂ ഈക്വൽ ടു ആക്ച്വലി ഇൻഫിനിറ്റി. ആ സാർ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് H'(0) കാണേണ്ട എന്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോ എന്റെ കാല് വെട്ടി. ആ സാർ. H'(0) കാണണമെങ്കിൽ ഇത് കാണണ്ടേ? ആ സാർ. ഇത് കാണാനായിട്ട് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ലെഫ്റ്റിലേക്ക് എടുത്തേ. ലെഫ്റ്റ് ലിമിറ്റ് കാണാം, H-ന്റെ എന്ത് കാണാം? റൈറ്റ് ലിമിറ്റും കാണാം. അത് രണ്ടും എക്സിസ്റ്റ് ചെയ്യണം, രണ്ടും എന്താവണം? ഈക്വൽ ആവണം. നമ്മള് ശരിയല്ല എന്ന് പറയാനല്ലേ പോണേ. ആ സാർ, അപ്പൊ ഒരെണ്ണം മതി. ഒരെണ്ണം നമ്മൾ കണ്ടു, അതും നമുക്ക് എളുപ്പമുള്ള ആരെ? LHL തന്നെ നോക്കി 0 മൈനസ് നോക്കി. ലെഫ്റ്റ് ലിമിറ്റ് നോക്കി, അത് ഇൻഫിനിറ്റി എന്ന് കിട്ടി. ആ സാർ. അതോടുകൂടി നമ്മൾ തീരുമാനിച്ചു ഇതൊരു നടക്ക് പോവില്ല. അല്ല, എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യില്ല, എന്നിട്ടല്ലേ ലിമിറ്റ്. ആ സാർ. മനസ്സിലായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഇത് ഇങ്ങനെ ചിന്തിച്ച് എന്നെ പോണേ. പുസ്തകത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. ബുക്കില് വേറൊരു രീതിയിലേ 0/h വന്നു. അപ്പോഴാണ് കൺഫ്യൂഷൻ. 0/h വന്നത് പ്ലസ് 0/h വന്നിട്ടില്ല മോനെ, അവിടെ വന്നിട്ടില്ല. അവര് H'(0) ഈക്വൽ ടു ലിമിറ്റ് H ടെൻസ് 0 H(0) പ്ലസ് H മൈനസ് H(0) ഡിവൈഡഡ് ബൈ H. ഈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട് അവിടെ. അത് ആരംഭത്തിലല്ല എഴുതിയാണ് വൃത്തിയേട്ടന്മാര്, രണ്ടാമതായിട്ട് എഴുതിയേക്കണേ. ആ സാർ. ചിലപ്പോ മിസ്റ്റേക്ക് ആവും, അതായിരിക്കും ചിലപ്പോ. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായ? അതിന്
ഈ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടിട്ട് കാര്യം. എച്ച് എന്താവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതായത് ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാം, റൈറ്റ് ലിമിറ്റും കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ആയാൽ ഈ ലിമിറ്റ് ഉണ്ടാവുള്ളൂ. ആ സർ. അപ്പൊ ഈ സാധനങ്ങൾ എഴുതി വെക്കുക. എച്ച് ഡാഷ് 0 മനസ്സിലായോ? വഴി മനസ്സിലായോ? ആ സർ മനസ്സിലായി. Now limit h tends to 0 minus h of 0 plus h minus h of 0 divided by h കണ്ടുപിടിക്കാൻ നോക്കുന്നു നമ്മൾ. ഇത് എന്ത് ലിമിറ്റാ കാണുന്നപ്പോ? ലെഫ്റ്റ് ലിമിറ്റ്. ലെഫ്റ്റ് ലിമിറ്റ് ആണ്. ഈക്വൽ ടു ലിമിറ്റ് h tends to 0 മൈനസ് ഇത് 0 ആവാൻ കാരണം പറയണം. 0 ആവാൻ കാരണം എന്താ മോനെ? അതൊരു അപ്പൊ അതില് ഏത് ലിമിറ്റ് കാണുന്നുള്ളൂ നമ്മള്? LHL മാത്രം, ലെഫ്റ്റ് ലിമിറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ലെഫ്റ്റ് ലിമിറ്റ് മാത്രമേ കാണുന്നുള്ളൂ. അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ലിമിറ്റ് എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. ആ ലിമിറ്റ് ഡെറിവേറ്റീവ് ഉണ്ടാവുള്ളൂ. ആ സർ. അപ്പൊ അതുകൊണ്ട് 0 എന്തല്ല? അത് ഡിഫറൻഷ്യബിൾ അല്ല. ഇത്രയേ ഉള്ളൂ.